ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ ഗണിതത്തിലെ 9ാമത്തെ പാഠമാണ്. തുല്യമായ കൂട്ടം എന്നാണ് കേട്ടോ ഈ പാഠത്തിൻ്റെ പേര്. ഇതിൽ നമ്മൾ ഹരണത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഹരണം എങ്ങനെയൊക്കെ ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളിലെ വീഡിയോസൊക്കെ STD4 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റ് ലഭ്യമാണ്. ഇനി ഗണിതത്തിൻ്റെ വീഡിയോസ് മാത്രം മതിയെങ്കിൽ STD4 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ ലഭ്യമാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പട്ടുമല LP സ്കൂളിലെ പ്രവൃത്തി പരിചയ ക്യാമ്പിൻ്റെ ചിത്രം നോക്കൂ. ചിത്രത്തിൽ എന്തെല്ലാമാണ് കാണുന്നത്? നോട്ട് ബുക്കിൽ എഴുതൂ. എന്തൊക്കെയാണ് മക്കളെ? ഒരുപാട് കുട്ടികൾ എന്തൊക്കെയോ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. നോക്കൂ, പച്ചക്കറി അരിയുന്നുണ്ട്, പഴങ്ങൾ അരിയുന്നുണ്ട്, അതുപോലെ ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് അല്ലേ? തുല്യമാക്കാം. പട്ടുമല LP സ്കൂളിലെ ഹരിതം പ്രവൃത്തി പരിചയ ക്ലബ്ബ് നിർമ്മിച്ച സോപ്പ് കട്ട നോക്കൂ. ചിത്രത്തിൽ എത്ര സോപ്പ് കട്ടയുണ്ട്? നോക്കൂ മക്കളെ, നമുക്ക് 1 2 3 4 5 6 വരികളും 1 2 3 4 5 6 നിരകളുമാണ് ഉള്ളത്. അതായത് 6 വീതമുള്ള 6 വരികൾ അങ്ങനെയും പറയാം, അല്ലെങ്കിൽ 6 വീതമുള്ള 6 നിരകളെന്നും പറയാം. 6 ഗുണിക്കണം 6 6 ഗുണിക്കണം 6 സമം 36. സോപ്പ് കട്ടയുടെ എണ്ണം തുല്യമാകത്തക്ക വിധം 2 പെട്ടിയിലാക്കിയാലോ? അതായത് 3 വീതമുള്ള 6 ഗ്രൂപ്പുകൾ അല്ലേ? നോക്കൂ, 2 ഗ്രൂപ്പുകളാക്കി അതിൽ 3 വരികളാണുള്ളത്. ഓരോ വരിയിലും 6 എണ്ണം വീതമാണ് ഉള്ളത്. ഒരു പെട്ടിയിൽ എത്ര സോപ്പ് കട്ടയുണ്ട് അപ്പോൾ? 3 വരികളും 6 നിരകളും. 3 ഗുണിക്കണം 6 സമം 18. സോപ്പ് കട്ടയുടെ എണ്ണം തുല്യമാകത്തക്ക വിധം 3 പെട്ടിയിലാക്കിയാലോ? ചുവടെയുള്ള ചിത്രത്തിൽ തന്നെ വരയ്ക്കൂ. അപ്പോൾ നമുക്ക് 2 വരികൾ വീതമുള്ളത് നോക്കാം അല്ലേ? 2 വരികൾ വീതമുള്ള 3 ഗ്രൂപ്പുകളാക്കി. ഇപ്പോൾ ഒരു പെട്ടിയിൽ എത്ര സോപ്പ് കട്ടയുണ്ട്? 2 വരികളും 6 നിരകളും. 2 ഗുണിക്കണം 6 സമം 12 സോപ്പ് കട്ടകൾ വീതമുണ്ട്. സോപ്പ് കട്ടയുടെ എണ്ണം തുല്യമാകും വിധം 4 പെട്ടിയിലാക്കിയാലോ? വരയ്ക്കൂ. അപ്പോൾ ഒരു പെട്ടിയിൽ എത്ര സോപ്പ് കട്ടയുണ്ട് നോക്കൂ. നമ്മൾ 4 വീതം വരുന്ന രീതിയിൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പെട്ടിയിൽ 1 2 3 4 5 6 7 8 9 സോപ്പ് കട്ടകൾ വീതമുണ്ട്. സോപ്പ് കട്ടയുടെ എണ്ണം തുല്യമാകും വിധം 6 പെട്ടിയിലാക്കിയാലോ? വരയ്ക്കൂ. 6 പെട്ടിയിലാവുമ്പോൾ എങ്ങനെ വരയ്ക്കാം മക്കളെ? ദാ നോക്കൂ, ഇതുപോലെയാണ് വരയ്ക്കുന്നത്. ഇപ്പോൾ ഒരു പെട്ടിയിൽ എത്ര സോപ്പ് കട്ടയുണ്ട്? ഒരു പെട്ടിയിൽ 6 സോപ്പ് കട്ടകൾ വീതമാണ് ഉള്ളത്. സോപ്പ് കട്ടയുടെ എണ്ണം തുല്യമാകും വിധം 9 പെട്ടിയിലാക്കിയാലോ? വരയ്ക്കൂ. 9 പെട്ടി എന്ന് പറയുമ്പോൾ ദാ നോക്കൂ മക്കളെ, ഇതുപോലെ നമ്മൾ 9 കളങ്ങളാക്കി വരയ്ക്കേണ്ടി വരും. ഇപ്പോൾ ഒരു പെട്ടിയിൽ എത്ര സോപ്പ് കട്ടയുണ്ട്? ഒരു പെട്ടിയിൽ എണ്ണി നോക്കൂ, 1 2 3 4 സോപ്പ് കട്ടകളാണ് ഉള്ളത്. ഇങ്ങനെയും കണക്കാക്കാം. 36 സോപ്പ് കട്ട ഒരേ എണ്ണമുള്ള 2 കൂട്ടമാക്കിയാൽ ഒരു കൂട്ടത്തിൽ എത്ര എണ്ണം? നമ്മൾ പറഞ്ഞു 18 എണ്ണമാണ് ഉള്ളത്. ഗണിത രൂപത്തിൽ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം. 36 ഹരിക്കണം 2. ആ ചിഹ്നം കണ്ടോ? ഒരു വരയിട്ട് അതിന് മുകളിലും താഴെ ഓരോ കുത്തിട്ട ചിഹ്നം കണ്ടോ? ആ ചിഹ്നത്തെ നമ്മൾ ഹരിക്കണം എന്നാണ് വായിക്കേണ്ടത്. ഹരണത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ്. 36 ഹരിക്കണം 2 സമം 18. അതായത് 18 എണ്ണം വീതമുള്ള 2 കൂട്ടത്തിൽ, അതായത് 2 ഗുണിക്കണം 18 സമം 36 സോപ്പ് കട്ടയുണ്ട് എന്ന് നമുക്ക് പറയാം. 36 സോപ്പ് കട്ട ഒരേ എണ്ണമുള്ള 3 കൂട്ടമാക്കിയാൽ ഒരു കൂട്ടത്തിൽ എത്ര എണ്ണം? 36 ഹരിക്കണം 3 ചെയ്യണം. അഥവാ 3നെ എന്ത് വെച്ച് ഗുണിച്ചാലാണ് 36 കിട്ടുക എന്ന് നോക്കുക. നമ്മൾ കുറയ്ക്കലും കൂട്ടലും പഠിച്ച സമയത്ത് അതിൻ്റെ കുറയ്ക്കലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കൂട്ടൽ, അല്ലെങ്കിൽ കൂട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കുറയ്ക്കൽ എന്ന് പറയില്ലേ? അതുപോലെ തന്നെയാണ് ഗുണനത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, വിപരീതമാണ് ഹരണം. ഹരണത്തിൻ്റെ വിപരീതമാണ് ഗുണനവും. അപ്പോൾ 36നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും എന്നത് 3നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 36 കിട്ടുക എന്നതിന് തുല്യമാണ്. 3നെ 12 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് 36 കിട്ടുക. അഥവാ 36 ഹരിക്കണം 3 സമം 12 ആണ്. 36 സോപ്പ് കട്ട ഒരേ എണ്ണമുള്ള 4 കൂട്ടമാക്കിയാൽ ഒരു കൂട്ടത്തിൽ എത്ര എണ്ണം? അതായത് 36 ഹരിക്കണം 4 ചെയ്യേണ്ടത്. അഥവാ 4നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 36 കിട്ടുക എന്ന് നോക്കുക. 4 ഗുണിക്കണം 9 ആണ് 36. അതായത് 36 ഹരിക്കണം 4 സമം 9 ആണ്. 36 സോപ്പ് കട്ട ഒരേ എണ്ണമുള്ള 6 കൂട്ടമാക്കിയാൽ ഒരു കൂട്ടത്തിൽ എത്ര എണ്ണം? 36 ഹരിക്കണം 6 ചെയ്യണം. അഥവാ 6ലേക്ക് എന്തുകൊണ്ട് 6നെ ഗുണിച്ചാലാണ് 36 ആവുക എന്ന് നോക്കുക. 6 ഗുണിക്കണം 6 ആണ് 36. അപ്പോൾ 36 ഹരിക്കണം 6 സമം 6. 36 സോപ്പ് കട്ട ഒരേ എണ്ണമുള്ള 9 കൂട്ടമാക്കിയാൽ ഒരു കൂട്ടത്തിൽ എത്ര എണ്ണം?
അതായത് 36 ഹരിക്കണം 9 ചെയ്യേണ്ടത്. അഥവാ 9നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 36 ആവുക എന്ന് നോക്കുക. 9 ഗുണിക്കണം 4 36. 36 ഹരിക്കണം 9 സമം 4. അപ്പോൾ തൊട്ട് മുൻപ് നമ്മൾ പഠിച്ചു 36നെ 4 കൊണ്ട് ഹരിച്ചാൽ 9. അത് തന്നെ തിരിച്ചും പറയാം, 36നെ 9 കൊണ്ട് ഹരിച്ചാൽ 4. അല്ലേ മക്കളെ? കളങ്ങൾ പൂരിപ്പിക്കൂ. 6നെ വിവിധ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ 6 കിട്ടുന്നതാണ് ഉത്തരം. 6 കിട്ടുന്നതാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. 18 ഹരിക്കണം 3 6. 12 ഹരിക്കണം എത്രയാണ് 6? അതായത് 6നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 12 കിട്ടുക എന്ന് നോക്കുക. 6 ഗുണിക്കണം 2 12. അപ്പോൾ 12നെ 2 കൊണ്ട് ഹരിച്ചാൽ 6. അതുപോലെ ഏതോ ഒരു സംഖ്യയെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 6 കിട്ടും. അതായത് 6നെ 5 കൊണ്ട് ഗുണിച്ചാൽ ആ സംഖ്യ കിട്ടുമെന്നാണ് അർത്ഥം. 6 ഗുണിക്കണം 5 30. അപ്പോൾ 30 ഹരിക്കണം 5 6. അതുപോലെ ഏതോ ഒരു സംഖ്യയെ 9 കൊണ്ട് ഹരിച്ചാലും 6 കിട്ടും. അതായത് 9 ഗുണിക്കണം 6 ആ സംഖ്യ കിട്ടുമെന്നർത്ഥം. 6നെ 9 കൊണ്ട് ഗുണിച്ചാൽ 54 ഉത്തരമെന്ന് നമുക്കറിയാം. അതായത് 54 ഹരിക്കണം 9 സമം 6. ഇനി 2 കളങ്ങളിൽ നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? 6ൻ്റെ ഗുണനങ്ങൾ വരുന്നത് നോക്കിയാൽ മതി അല്ലേ? നമ്മൾ 6 ഗുണിക്കണം 3 നോക്കി, 6 ഗുണിക്കണം 2 നോക്കി, 6 ഗുണിക്കണം 5, 6 ഗുണിക്കണം 9 ഇതെല്ലാം ചെയ്തു. ഇനി 6 ഗുണിക്കണം 4 എത്രയാണ്? 24. അതായത് 24 ഹരിക്കണം 4 സമം 6 ഉത്തരം വരുവേ. ഇനി അതുപോലെ 8നെ 6 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 48. അപ്പോൾ അതായത് മറ്റൊരു രീതിയിൽ ഹരണത്തിൻ്റെ രീതി പറയുമ്പോൾ 40 ഹരിക്കണം 8 സമം 6. ഇതുപോലെ തന്നെ 3 ആ സംഖ്യയെ മറ്റ് സംഖ്യകൾ കൊണ്ട് ഉപയോഗിച്ച് ഹരണത്തിൽ എഴുതിയതുണ്ട്. നോക്കൂ, 18 ഹരിക്കണം 6 3. അതായത് 3 ഗുണിക്കണം 6 18. 12 ഹരിക്കണം ഏതോ ഒരു സംഖ്യ 3. അതായത് 3നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 12 കിട്ടുന്നത് എന്ന് നോക്കണം. 3നെ 4 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 12. അപ്പോൾ 12 ഹരിക്കണം 4 3. പിന്നെ ഏതോ ഒരു സംഖ്യയെ 5 കൊണ്ട് ഹരിക്കുമ്പോഴും 3 കിട്ടുന്നുണ്ട്. അത് കാണാൻ 3നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം കണ്ടെത്തുക. 3 ഗുണിക്കണം 5 15. അപ്പോൾ 15 ഹരിക്കണം 5 3. ഇനി 9 കൊണ്ടോ? 9 കൊണ്ട് നോക്കുമ്പോൾ നമ്മൾ 9 ഗുണിക്കണം 3 നോക്കണം. 3 ഗുണിക്കണം 9 27. അപ്പോൾ 27 ഹരിക്കണം 9 3. ഇപ്പം നമ്മൾ 6 കൊണ്ട് 5 കൊണ്ട് 4 കൊണ്ട് 3 കൊണ്ടൊക്കെ എന്ത് ചെയ്തു? 3നെ ഹരിച്ചു അല്ലേ മക്കളെ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? മറ്റ് സംഖ്യകൾ ഉപയോഗിച്ച് നോക്കാം. 2 കൊണ്ട് നോക്കിയാൽ നമുക്ക് എങ്ങനെ പറയാം? 2 ഗുണിക്കണം 3 6. അപ്പോൾ 6 ഹരിക്കണം 2 സമം 3. അതുപോലെ 3 ഗുണിക്കണം 10 സമം എത്രയാണ്? 30. അപ്പോൾ 30 ഹരിക്കണം 10 സമം 3. 3 6 എന്നീ സംഖ്യകൾക്ക് പകരം മറ്റ് സംഖ്യകൾ ഉപയോഗിച്ച് ഇതേ രീതിയിൽ നോട്ട് ബുക്കിൽ എഴുതും. മക്കൾക്ക് ഇഷ്ടമുള്ള സംഖ്യകൾ എടുക്കാം. ഞാനിവിടെ എടുക്കുന്ന സംഖ്യകൾ നോക്കൂ. ആദ്യം 2 കൊണ്ട് നോക്കാം. 4 ഹരിക്കണം 2 2. അതായത് 2 ഗുണിക്കണം 2 4. അതുപോലെ 8 ഹരിക്കണം 4 2. അതായത് 4 ഗുണിക്കണം 2 സമം 8. 6 ഹരിക്കണം 3 2. അതായത് 3 ഗുണിക്കണം 2 6. പിന്നെയോ 10 ഹരിക്കണം 5 2. അതായത് 5 ഗുണിക്കണം 2 10. 12 ഹരിക്കണം 6 2. 2 ഗുണിക്കണം 6 12. അങ്ങനെയും പറയാം അല്ലേ? പിന്നെ അതുപോലെ 14 ഹരിക്കണം 7 2. അങ്ങനെയും എഴുതാം. ഇനി അടുത്തത് 4 കൊണ്ടാണ് നോക്കുന്നത്. 8 ഹരിക്കണം 2 4. 12 ഹരിക്കണം 3 4. 16 ഹരിക്കണം 4 4. 20 ഹരിക്കണം 20 ഹരിക്കണം 5 4. 24 ഹരിക്കണം 6 4. 28 ഹരിക്കണം 7 4. പാക്കറ്റിൽ നിറയ്ക്കാം. പ്രവൃത്തി പരിചയ ക്ലബ്ബ് ഓരോ ദിവസവും ഉണ്ടാക്കിയ സോപ്പിൻ്റെ എണ്ണം പട്ടികയിൽ കാണിച്ചിട്ടുണ്ട്. ഇവ പാക്കറ്റിലാക്കുക. നമുക്കിവിടെ ഓരോ ദിവസവും അവർ എത്ര സോപ്പ് വീതം ഉണ്ടാക്കി, ആ പാക്കറ്റുകളുടെ എണ്ണം ഓരോ പാക്കറ്റിലും 2 വീതം നിറച്ചാൽ എങ്ങനെ, ഓരോന്നിലും 4 വീതം നിറച്ചാൽ എങ്ങനെ എന്നാണ് തന്നിട്ടുള്ളത്. ആദ്യത്തേത് നോക്കൂ. തിങ്കളാഴ്ച അവർ 36 സോപ്പാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഓരോ പാക്കറ്റിലും 2 വീതം നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റിൽ എത്ര എണ്ണം ഉണ്ടായിരിക്കും? 36 ഹരിക്കണം 2 ചെയ്യണം. ആകെ 36 ഉണ്ട്. ഒരു പാക്കറ്റിൽ 2 നിറയ്ക്കണം. അപ്പോൾ എത്ര പാക്കറ്റുകൾ ഉണ്ടെന്ന് കാണാൻ 36നെ 2 കൊണ്ട് ഹരിക്കണം. 36 ഹരിക്കണം 2 എത്രയാണ്?
അത് കാണാൻ നമുക്ക് 2നെ എത്ര വെച്ച് ഗുണിച്ചാലാണ് 36 വരുന്നതെന്ന് നോക്കിയാൽ മതി അല്ലേ. 2 ഗുണിക്കണം 18 36. അപ്പോൾ 36 ഹരിക്കണം 2 സമം 18. ഇനി അത് തന്നെ 4 പാക്കറ്റിലാക്കുകയാണെങ്കിലോ 36 ഹരിക്കണം 4 ചെയ്യണം. അതായത് 4നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 36 വരിക എന്ന് നോക്കണം. 4 ഗുണിക്കണം 9 36. 36 ഹരിക്കണം 9 സമം 36 ഹരിക്കണം 4 സമം 9. ഇവിടെ നോക്കൂ മക്കളെ, 2ന്റെ ഇരട്ടിയാണ് 4. ഉത്തരം നോക്കൂ, 18ന്റെ പകുതിയാണ് 9. അതായത് ഒരു സംഖ്യയെ 2 കൊണ്ട് ഹരിച്ചാൽ 18 കിട്ടി. അതുപോലെ തന്നെ അതിൻ്റെ ഇരട്ടിയായ 2ന്റെ ഇരട്ടിയായ 4 കൊണ്ട് ഹരിച്ചാൽ ഈ 18ന്റെ പകുതിയായിരിക്കും കിട്ടുക. അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ കാണാനായിട്ട് സുഖമല്ലേ. ചൊവ്വാഴ്ച 32 സോപ്പാണ് ഉണ്ടാക്കിയത്. അപ്പോൾ 2 പാക്കറ്റിലാവുമ്പോൾ 32 ഹരിക്കണം 2 ചെയ്യണം. ഏത് സംഖ്യയെ 2 കൊണ്ട് ഹരിക്കുമ്പോഴാണ് 32 കിട്ടുക? 16നെയാണ്. 2 ഗുണിക്കണം 16 32. അപ്പോൾ 32 ഹരിക്കണം 2 സമം 16. 4 പാക്കറ്റിലാക്കുമ്പോൾ 16ന്റെ പകുതി ആയിരിക്കും അല്ലേ. 16ന്റെ പകുതി എത്രയാണ് മക്കളെ? 8. അപ്പോൾ 32 ഹരിക്കണം 4 സമം 8. 4 ഗുണിക്കണം 8 32 കിട്ടുന്നില്ലേ. ബുധനാഴ്ച 24 ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 2 പാക്കറ്റിലാക്കുമ്പോൾ 24 ഹരിക്കണം 2. 2നെ എന്തുകൊണ്ട് ഗുണിക്കുമ്പോഴാണ് 24 കിട്ടുക? 12 അല്ലേ. 24 ഹരിക്കണം 2 12. 2 ഗുണിക്കണം 12 24. അപ്പോൾ 24 ഹരിക്കണം 2 12. 4 വീതമാക്കുമ്പോൾ 12ന്റെ നേരെ പകുതി 24 ഹരിക്കണം 4 സമം 6. ഇനി വ്യാഴാഴ്ച 48 ഉണ്ട്. അപ്പോൾ ഒരു പാക്കറ്റിൽ എത്ര എണ്ണം ഉണ്ടായിരിക്കും? ഏത് സംഖ്യയെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 48 കിട്ടുക? 24 ഗുണിക്കണം 2 48. അപ്പോൾ 48 ഹരിക്കണം 2 സമം 24. അപ്പോൾ 4 പാക്കറ്റിലാക്കുമ്പോൾ 24ന്റെ പകുതി 48 ഹരിക്കണം 4 സമം 24ന്റെ പകുതി എത്രയാണ്? 12. ഓക്കെ, 12. 4 ഗുണിക്കണം 12 സമം 48 കിട്ടുന്നില്ലേ എന്ന് മക്കൾ ചെക്ക് ചെയ്ത് നോക്കുക. വെള്ളിയാഴ്ച 40 ഉണ്ട്. അപ്പോൾ 2 പാക്കറ്റിലാക്കുമ്പോൾ 40 ഹരിക്കണം 2 സമം 20. 4 പാക്കറ്റിലാക്കുമ്പോഴോ 20ന്റെ പകുതി 40 ഹരിക്കണം 4 സമം 10. ഓക്കെ. ഇനി ഈ 5 ദിവസങ്ങളിലായി അവർ ആകെ എത്ര സോപ്പ് ഉണ്ടാക്കി? 36 കൂട്ടണം 32 കൂട്ടണം 24 കൂട്ടണം 48 കൂട്ടണം 40. 180 സോപ്പുകളാണ് അവരുണ്ടാക്കിയത്. ഓരോ പാക്കറ്റിലും 2 എണ്ണം വീതം നിറച്ചാൽ എത്ര പാക്കറ്റുകൾ ആകെ ഉണ്ടാവും? ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുക. 18 കൂട്ടണം 16 കൂട്ടണം 12 കൂട്ടണം 24 കൂട്ടണം 20. 90 പാക്കറ്റുകൾ ഉണ്ടായിരിക്കും. ഇനി 4 എണ്ണം വീതം നിറയ്ക്കുമ്പോൾ ആകെ എത്ര പാക്കറ്റുകൾ ഉണ്ടായിരിക്കും? 9 കൂട്ടണം 8 കൂട്ടണം 6 കൂട്ടണം 12 കൂട്ടണം 10. ആകെ 45 പാക്കറ്റുകൾ ഉണ്ടായിരിക്കും. അതിന് താഴെ 2 ചോദ്യങ്ങളുണ്ട്. 2 വീതം നിറച്ചപ്പോഴും 4 വീതം നിറച്ചപ്പോഴും പാക്കറ്റിൻ്റെ എണ്ണത്തിൽ എന്തു മാറ്റമാണ് ഉണ്ടായത്? ആകെ സോപ്പുകളുടെ എണ്ണം എത്രയാണ്? 2 വീതം നിറച്ചപ്പോൾ നമുക്ക് ആകെ പാക്കറ്റുകൾ 90 ആയിരുന്നു. എന്നാൽ 4 വീതം നിറച്ചപ്പോൾ ആകെ പാക്കറ്റുകൾ 45. അതായത് 2 വീതം നിറച്ചപ്പോൾ ഉണ്ടായ പാക്കറ്റിൻ്റെ പകുതിയാണ് 4 വീതം നിറച്ചപ്പോഴുള്ള പാക്കറ്റുകളിൽ ഉണ്ടായത്. ആകെ സോപ്പുകളുടെ എണ്ണം എത്രയാണ്? നമ്മൾ പറഞ്ഞു 180. ഒരു സോപ്പ് കട്ട 20 രൂപയ്ക്ക് വിറ്റാൽ ക്ലബിന് ആകെ എത്ര രൂപ കിട്ടും? എങ്ങനെ കണക്കാക്കാം? ആകെ സോപ്പുകൾ സമം 180. ഒരു സോപ്പിൻ്റെ വില സമം 20. അങ്ങനെയെങ്കിൽ 180 സോപ്പുകൾക്ക് കിട്ടുന്ന ആകെ വില എത്രയാണ്? 180 ഗുണിക്കണം 20 ചെയ്താൽ മതി. എളുപ്പമാണ്. ആദ്യം 18നെ 2 കൊണ്ട് ഗുണിക്കുക. 0 അവിടെ മാറ്റി വയ്ക്കുക. 18 ഗുണിക്കണം 2 36. ശേഷം 180ലെയും 20ലെയും നമ്മൾ നീക്കി വെച്ച 0 ഉണ്ടല്ലോ, 2 പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കുക. 3600 രൂപയാണ് കിട്ടുന്നത്. കിട്ടിയതെല്ലാം 100 രൂപ നോട്ടാണെങ്കിൽ നോട്ടുകളുടെ എണ്ണം എത്ര? നമുക്ക് ആകെ കിട്ടിയത് 3600 രൂപയാണ്. ഇതെല്ലാം 100ൻ്റെ ആണെങ്കിൽ എത്ര ഉണ്ടാവും മക്കളെ? 36 നൂറുകൾ ചേർന്നതാണ് 3600. അതായത് 36ലേക്ക് 2 പൂജ്യം ഇട്ട് കൊടുത്താൽ 3600 ആയില്ലേ. അപ്പോൾ 36 100 രൂപ നോട്ടുകൾ ചേർന്നതാണ് ഈ 3600. എല്ലാം 200 രൂപയുടെ നോട്ടാണെങ്കിലോ? 100 രൂപയാണെങ്കിൽ 36 നോട്ടുകൾ ഉണ്ടായിരിക്കും. 200 എന്ന് പറയുമ്പോൾ 100ൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ നോട്ടുകളുടെ എണ്ണം പകുതിയാവും. 36ൻ്റെ പകുതി 18 നോട്ടുകൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? 3600 ഹരിക്കണം 200 ചെയ്യാം. അത് നമുക്ക് തൊട്ടടുത്ത ചോദ്യത്തിൽ ചെയ്യാം. നോക്കൂ, ഹരണ ചിഹ്നം ഉപയോഗിച്ച് എഴുതിയാലോ. 3600 ഹരിക്കണം 100 സമം എത്രയാണ്? 2 പൂജ്യം വെട്ടി കൊടുത്താൽ മതി. സുഖമാണ്. 36.
3600 ഹരിക്കണം 200 ആണെങ്കിലോ ആദ്യം 2 പൂജ്യം വെട്ടിക്കൊടുക്കുക. എന്നിട്ട് ബാക്കി 36 ഹരിക്കണം 2 ചെയ്യാൻ എളുപ്പമല്ലേ? 2നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 36 കിട്ടുക എന്ന് നോക്കിയാൽ പോരെ. ഉത്തരം 18 ആണ്. മനക്കണക്കായി ചെയ്യാമോ? 36 ഹരിക്കണം 2 സമം 18 ആണ്. 2നെ 18 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 36 കിട്ടുക. 36 ഹരിക്കണം 4, 2 കൊണ്ട് ഹരിക്കുമ്പോൾ 18 ആയിരുന്നു. അപ്പോൾ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 18ൻ്റെ നേർ പകുതി 9. 40 ഹരിക്കണം 2 20 ആണ്. 40 ഹരിക്കണം 4 എന്ന് പറയുമ്പോൾ 20ൻ്റെ നേർ പകുതി 10. 32 ഹരിക്കണം 2 16 ആണ്. 32 ഹരിക്കണം 4 എന്ന് പറയുമ്പോൾ 16ൻ്റെ നേർ പകുതി 8. 72 ഹരിക്കണം 2 സമം 36 ആണ്. അതായത് 36നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 2നെ 36 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 72 വരുന്നത്. അപ്പോൾ 72 ഹരിക്കണം 4 എന്ന് പറയുമ്പോൾ 36ൻ്റെ നേർ പകുതി 18 ആണ്. മുകളിലെ പട്ടിക ഉപയോഗിച്ച് 76 ഹരിക്കണം 2 എങ്ങനെ കണക്കാക്കാം? 76 സമം 40 കൂട്ടണം 36 ആണല്ലോ. 40 എണ്ണത്തെ തുല്യമായി 2 കൂട്ടമാക്കിയാൽ ഒരു കൂട്ടത്തിലെ എണ്ണം എത്രയാണ്? നമ്മൾ പറഞ്ഞു 20 ആണ്. 36 എണ്ണത്തെ തുല്യമായി 2 കൂട്ടമാക്കിയാൽ ഒരു കൂട്ടത്തിലെ എണ്ണം 18 ആണ്. അപ്പോൾ 76 എണ്ണത്തെ തുല്യമായി 2 കൂട്ടമാക്കിയാൽ ഒരു കൂട്ടത്തിലെ എണ്ണം എന്ന് പറയുന്നത് 20 കൂട്ടണം 18 38 ആയിരിക്കും. കണക്കാക്കുക. 68 ഹരിക്കണം 2 എങ്ങനെ കാണാം മക്കളെ? 2നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 68 ആവുക എന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഒരു എളുപ്പ വഴി മിസ് പറഞ്ഞുതരാം. എന്താണ്? 68ൻ്റെ നേർ പകുതിയാണല്ലോ. 68 ഹരിക്കണം 2 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 68ൻ്റെ നേർ പകുതിയാണ്. അതായത് 6ൻ്റെയും പകുതി 8ൻ്റെയും പകുതി 34 3 4. ഓക്കെ, 6ൻ്റെ എന്ന് പറയുമ്പോൾ 60ൻ്റെ ആണ് കേട്ടോ മക്കളെ. 60ൻ്റെയും പകുതി 8ൻ്റെയും പകുതി 60ൻ്റെ പകുതി 30, 8ൻ്റെ പകുതി 4, 30 കൂട്ടണം 4 34. അങ്ങനെയും ചെയ്യാം. മനക്കണക്കായി അങ്ങനെയും ചെയ്യാം. 68 ഹരിക്കണം 4 ആവുമ്പോഴോ 34ൻ്റെ നേർ പകുതി 34ൻ്റെ പകുതി എത്രയാണ്? 17 ആണ്. ഇനി 76 ഹരിക്കണം 4 76 ഹരിക്കണം 4 പറയുമ്പോൾ 4നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 76 ആവുക എന്ന് നോക്കണം. 19 ആണ് ഉത്തരം. ഇനി പൂരിപ്പിക്കൂ. നോക്കൂ, 8 ഗുണിക്കണം 6 സമം 48. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 48 ഹരിക്കണം 8 സമം 6 ആണ്. 48 ഹരിക്കണം 6 സമം 8 ആണ്. ഇനി 9 ഗുണിക്കണം 4 സമം 36. അതായത് 36 ഹരിക്കണം 4 സമം 9 ആണ്. 36 ഹരിക്കണം 9 സമം 4 ആണ്. 7 ഗുണിക്കണം 6 സമം 42. അതായത് 42 ഹരിക്കണം 7 സമം 6 ആണ്. 42 ഹരിക്കണം 6 സമം 7 ആണ്. 6 ഗുണിക്കണം 5 സമം 30. അതായത് 30 ഹരിക്കണം 6 സമം 5 ആണ്. 30 ഹരിക്കണം 5 സമം 6 ആണ്. പാവനിർമ്മാണം. പ്രവൃത്തി പരിചയ ക്യാമ്പിൽ കുട്ടികളെ പല കൂട്ടങ്ങളാക്കി. ഓരോ കൂട്ടവും 48 പാവയാണ് ഉണ്ടാക്കിയത്. ഇവ 6 പെട്ടിയിൽ തുല്യമായി വെക്കുകയാണ്. ഒന്നാമത്തെ കൂട്ടത്തിന്റെ നേതാവായ സന ചെയ്തത് നോക്കൂ. ഓരോ പെട്ടിയിലും ഒരു പാവ വീതം വെച്ചു. പാകെ എത്ര പാവകളായി? 1 2 3 4 5 6. 6 പെട്ടിയിൽ ഓരോരോ പാവകൾ വീതം. ആകെ എത്ര പാവയാണ് പെട്ടിയിൽ വെച്ചത്? 6 പാവ. എത്ര പാവ ബാക്കിയുണ്ട്? ആകെ 48 പാവകളായിരുന്നു. അതിൽ 6 എണ്ണം വെച്ചു. ബാക്കി ഇനി 42 എണ്ണം. വീണ്ടും ഓരോന്നു കൂടി വെച്ചാലോ? അപ്പോൾ 2 എണ്ണം വീതമായി 6 പെട്ടികളിൽ. ആകെ 12 എണ്ണമായി അല്ലേ? എത്ര എണ്ണം കൂടി എടുത്തു? 6 എണ്ണം കൂടി എടുത്തു. ഇനി എത്ര പാവ ബാക്കിയുണ്ട്? അതായത് 42ൽ നിന്ന് വീണ്ടും 6 എണ്ണം എടുത്തു. അപ്പം ഇനി ബാക്കി 36. ഇങ്ങനെ തുടർന്നാലോ? ഓരോ പെട്ടിയിലും ആകെ എത്ര പാവ വെക്കാം? അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ 36 എണ്ണമാണുള്ളത്. അത് ഈ നീല നിറത്തിലുള്ള ടേബിളിൽ നോക്കൂ. പിന്നെ 36ൽ നിന്ന് വീണ്ടും ഓരോന്ന് വീതം വെച്ചു. അപ്പോൾ 36 കുറയ്ക്കണം 6 30 ആയി. പിന്നെ 30ൽ നിന്ന് 6 പെട്ടിയിലേക്ക് വീണ്ടും ഓരോന്ന് വീതം വെച്ചു. അപ്പോൾ 24 ആയി. 24ൽ നിന്ന് വീണ്ടും ഓരോ പെട്ടിയിലേക്ക് ഓരോന്ന് വീതം വെച്ചു 6 പെട്ടികളിലേക്ക്. ഇപ്പോൾ 24 കുറയ്ക്കണം 6 18 ആയി. പിന്നെ 18ൽ നിന്ന് വീണ്ടും ഓരോന്ന് വീതം വെച്ചു 6 പെട്ടികളിലായി. 18 കുറയ്ക്കണം 6 12 ആയി. പിന്നെ 12ൽ നിന്ന് വീണ്ടും ഓരോന്ന് വീതം വെച്ചു. അപ്പോൾ 12 കുറയ്ക്കണം 6 6 ആയി. പിന്നെ 6 പാവകൾ കൂടെ ബാക്കിയുണ്ട്. അത് ഓരോ പെട്ടിയിൽ ഓരോന്നായി വെച്ചു. 6 കുറയ്ക്കണം 6 0 ആയി. ഇപ്പോൾ ഓരോ പെട്ടിയിലും ആകെ എത്ര പാവയായി? നോക്കൂ മക്കളെ, നമ്മൾ 8 തവണയാണല്ലേ 6 വീതമായിട്ട് വീതിച്ചു കൊടുത്തത്. അപ്പോൾ ഓരോ പെട്ടിയിലും 8 പാവകളായി. ഗണിത രൂപത്തിൽ എഴുതിയാൽ 48 ഹരിക്കണം 6 സമം 8. പാവകളെ തുല്യമായി വീതിച്ച ചിത്രം നോക്കൂ. നമുക്കിവിടെ ടേബിളിൽ പാവകളുടെ എണ്ണം ഒന്നാമത്തെ പെട്ടിയിൽ, രണ്ടാമത്തെ പെട്ടിയിൽ, മൂന്നാമത്തെ പെട്ടിയിൽ, നാലാമത്തെ പെട്ടിയിൽ, അഞ്ചാമത്തെ പെട്ടിയിൽ, ആറാമത്തെ പെട്ടിയിൽ, പിന്നെ അതിൽ മിച്ചം വരുന്നത് അങ്ങനെയാണ് തന്നിട്ടുള്ളത്. ആദ്യം
6 പാവകൾ എടുത്തു. അതിൽ ഓരോ പെട്ടിയിൽ ഓരോന്ന് വെച്ചു. അപ്പോൾ 48-ൽ നിന്ന് 6 കുറച്ചു 42. പിന്നെ വീണ്ടും ഓരോ പാവകൾ വെച്ചു. അപ്പോൾ 42 കുറയ്ക്കണം 6 36. 36 പാവകളിൽ വീണ്ടും ഓരോന്ന് വീതം ഓരോ പെട്ടിയിൽ വെച്ചു. അപ്പോൾ 36 കുറയ്ക്കണം 6 30. വീണ്ടും 6 പാവകൾ വീതം വെച്ചു. അപ്പോൾ 30 കുറയ്ക്കണം 6 24. 24 നിന്ന് വീണ്ടും 6 വീതം ഓരോന്ന് വീതമായിട്ട് വെച്ചു കൊടുത്തു. അപ്പോൾ 24 കുറയ്ക്കണം 6 18ആയി. പിന്നെ 18-ൽ നിന്ന് ഓരോന്ന് വീതം വെച്ചാൽ 18 കുറയ്ക്കണം 6 12ആയി. 12-ൽ നിന്ന് ഓരോന്ന് വീതം വെച്ച് കൊടുക്കുമ്പോൾ 12 കുറയ്ക്കണം 6 6ആയി. പിന്നെ ഈ 6 പാവകൾ ഓരോന്ന് വീതം വെച്ചു. 6 കുറയ്ക്കണം 6 0. അങ്ങനെ ആകെ പാവകളുടെ എണ്ണം ആ 6കൾ മുഴുവനായിട്ട് കൂട്ടുക. 8 തവണ 6 കൂട്ടുക 48. കണ്ടോ, ഓരോ എണ്ണത്തിലും 8 എണ്ണം വീതമാണ് ആകെ ഉള്ളത്. 6 ഗുണിക്കണം 8 48. 48 പാവകളെ തുല്യ എണ്ണമുള്ള 6 കൂട്ടമാക്കി. ഓരോ കൂട്ടത്തിലും 8 പാവയുണ്ട്. ഗണിത രൂപത്തിൽ എഴുതിയാൽ 48 ഹരിക്കണം 6 8. 48 പാവകളെ ഒരു പെട്ടിയിൽ 8 എണ്ണം വീതം എത്ര പെട്ടിയിൽ നിറയ്ക്കാം? 48 ഹരിക്കണം 8 6. ഇങ്ങനെയും വെക്കാം. രണ്ടാമത്തെ കൂട്ടം പെട്ടിയിൽ പാവ വെച്ചത് നോക്കൂ. ഓരോ പെട്ടിയിലും 5 എണ്ണം വീതം വെച്ചു. അപ്പോൾ 6 ഗുണിക്കണം 5 30ആയി. ആകെ എത്ര പാവയാണ് വെച്ചത്? 30 അല്ലേ? 6 ഗുണിക്കണം 5 30. ഇനി എത്ര കൂടി വെക്കാനുണ്ട്? ആകെ 48 എണ്ണമായിരുന്നു. അതിൽ 30 എണ്ണം വെച്ചു. 48 കുറയ്ക്കണം 30 എത്രയാണ്? 18 പാവകൾ കൂടി ഇനി വെക്കാനുണ്ട്. ഓരോ പെട്ടിയിലും 5 എണ്ണം വീതം വീണ്ടും വെക്കാൻ കഴിയുമോ? ഇല്ല. 2 എണ്ണം വീതം വെച്ചാലോ? എത്ര എണ്ണം വെക്കാം? 6 ഗുണിക്കണം 2 12 എണ്ണം വെക്കാം. അപ്പോൾ 18-ൽ 12 എണ്ണം കൂടെ വെച്ചു. ബാക്കി വന്നത് എത്രയാണ്? 18 കുറയ്ക്കണം 12 6 എണ്ണം ബാക്കി വരും. ഇവ എത്ര എണ്ണം വീതം വെക്കാം? ഇനി ആകെ ബാക്കി 6 എണ്ണം ഉള്ളൂ. 6 പെട്ടികളുണ്ട്. അപ്പോൾ ഓരോ പെട്ടിയിലും ഇനി ഓരോന്ന് വീതം കൂടെ വെക്കാം അല്ലേ? അതായത് 6 ഗുണിക്കണം 1 6. എങ്കിൽ ഓരോ പെട്ടിയിലും ആകെ എത്ര എണ്ണം? ആദ്യം 5 എണ്ണം വെച്ചു, പിന്നെ 2 എണ്ണം വെച്ചു, പിന്നെ ഒരെണ്ണം വെച്ചു. 5 കൂട്ടണം 2 കൂട്ടണം 1 8 എണ്ണം. ഈ പറഞ്ഞ കാര്യം തന്നെ നമുക്കിവിടെ പട്ടികയിൽ തന്നിട്ടുണ്ട്. ആദ്യം നോക്കൂ, പാവകളുടെ എണ്ണം ആദ്യം 5 എണ്ണം വീതമാണ് വെച്ചത്. അപ്പോൾ 6 ഗുണിക്കണം 5 30. ഒന്നാമത്തെ പെട്ടിയിൽ 5, രണ്ടാമത്തെ പെട്ടിയിൽ 5, അങ്ങനെ മൂന്നാമത്തെ പെട്ടിയിൽ 5, അങ്ങനെ 6 പെട്ടികളിലും 5 പാവകളെ കണ്ടില്ലേ? മിച്ചം ബാക്കി വന്നത് 48-ൽ നിന്ന് 30 കുറച്ചു 18. പിന്നെ നമ്മൾ 2 എണ്ണം വീതം കൂടെ വെച്ചു. അതായത് 6 ഗുണിക്കണം 2 12. ഓരോ പെട്ടിയിലും 2 പാവകളെ വീതം വെച്ചിരിക്കുന്നത് കണ്ടോ? അപ്പോൾ മിച്ചം എത്ര വന്നു? 18-ൽ നിന്ന് 12 എണ്ണം കൂടെ പോയി. 18 കുറയ്ക്കണം 12 6. അവസാനം ഇനി 6 എണ്ണത്തിനെ ഉള്ളൂ. 6 എണ്ണത്തിനെ ഓരോ പെട്ടിയിലും ഓരോന്ന് വീതം വെച്ചു. 6 ഗുണിക്കണം 1 6. മിച്ചം 6 കുറയ്ക്കണം 6 0. ആകെ പാവകൾ ഓരോ പെട്ടിയിലും 8 എണ്ണമാണുള്ളത്. 6 ഗുണിക്കണം 8 48 ആണ്. 48 പാവകളെ തുല്യ എണ്ണമുള്ള 6 കൂട്ടമാക്കി. ഓരോ കൂട്ടത്തിലും 8 പാവയുണ്ട്. അതാണ് നമ്മൾ ഇത്രയും നേരം കണക്കുകളിലായിട്ട് പറഞ്ഞത്. ഗണിത രൂപത്തിൽ എഴുതിയാൽ 48 ഹരിക്കണം 6 8. ക്രിയ നമുക്ക് ഇങ്ങനെയും എഴുതാം. 5 എണ്ണം വീതം വെച്ചാൽ 6 ഗുണിക്കണം 5 48 കുറയ്ക്കണം 30. പിന്നെ 2 എണ്ണം വീതം വെച്ചാൽ 6 ഗുണിക്കണം 2 18 കുറയ്ക്കണം 12. ഒരെണ്ണം വീതം വെച്ചാൽ 6 ഗുണിക്കണം 1 6 കുറയ്ക്കണം 6 0. അതുപോലെ തന്നെയാണ് ഹരണ രീതിയിൽ എങ്ങനെയാണ് ക്രിയ ചെയ്യാന്ന് നമുക്കവിടെ ആ യെല്ലോ കളറിലെ കോളത്തിൽ തന്നിട്ടുള്ളത്. നോക്കൂ, ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത്, അതായത് 48-ൽ നിന്നാണ് നമുക്ക് കുറച്ച് നോക്കേണ്ടത് അല്ലെ ഹരിച്ച് നോക്കേണ്ടത്. അപ്പോൾ 48 ആദ്യം എഴുതി. പിന്നെ 48-ൽ നിന്ന് 5 കൂട്ടങ്ങളാക്കിയ ശേഷം ആദ്യം ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. 4 കൂട്ടങ്ങളാണെങ്കിൽ 4, 6 കൂട്ടാണെങ്കിൽ 6 കൂട്ടം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ 5-ന്റെ ഗുണനപ്പട്ടികയാണല്ലോ പറയാൻ സുഖം, അതുകൊണ്ടാണ് 5 എടുത്തിരിക്കുന്നത്. 5 കൂട്ടാക്കിയാൽ 5 ഗുണിക്കണം 6 30 ആണ്. അപ്പോൾ 30 എഴുതി. 48-ൽ നിന്ന് നമ്മൾ ഈ 30 കുറയ്ക്കുന്നു. ഉത്തരം 18 ആണ്. ഇനി 18-നെ നമ്മൾ 6 കൊണ്ട് ഹരിക്കുക, അല്ലെങ്കിൽ 18-ൽ നിന്ന് നമ്മൾ 2-ന്റെ കൂട്ടങ്ങൾ വീണ്ടും ഉണ്ടാക്കി. അപ്പോൾ 2 ഗുണിക്കണം 6 12 ആണ്. 12 നമ്മൾ 18-ൽ നിന്ന് കുറച്ചപ്പോൾ 6 കിട്ടി. ഇനി 6-ൽ നിന്ന് നമുക്ക് ആകെ 6 മാത്രമേ കുറയ്ക്കാനുള്ളൂ അല്ലേ? അതായത് ഒരു ഗ്രൂപ്പ് മാത്രം. അപ്പോൾ 6 കുറയ്ക്കണം 6 0. ഹരണക്രിയയിൽ നമ്മൾ 48 ഹരിക്കണം 6 8 എന്ന് കിട്ടി. അതായത് 5 കൂട്ടണം 2 കൂട്ടണം 1 8 എന്ന് കിട്ടി. ഫ്രൂട്ട് സാലഡ്. ക്യാമ്പിൽ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്ന പ്രവർത്തനവുമുണ്ട്. അതിനായി കൊണ്ടുവന്നത് 48 ഓറഞ്ചാണ്. ഇത് കുട്ടികളുടെ 6 കൂട്ടത്തിനും തുല്യമായി വീതിക്കണം. ആദ്യം ഓരോ കൂട്ടത്തിനും 6 എണ്ണം വീതം കൊടുത്തു. അതായത് 48 ഓറഞ്ചായിരുന്നു അല്ലേ ഉണ്ടായിരുന്നത്. ഓരോ കൂട്ടത്തിനും 6 എണ്ണം കൊടുത്തു എന്ന് പറഞ്ഞാൽ
6 ഗുണിക്കണം 6 സമം 36. ആകെ എത്ര എണ്ണം കൊടുത്തു? 6 ഗുണിക്കണം 6 സമം 36. ബാക്കി എത്രയുണ്ട്? 48 കുറയ്ക്കണം 36 നോക്കിയാൽ മതി. 48-ൽ നിന്ന് 36 കുറച്ചാൽ ബാക്കി 12 ഉള്ളത്. ഇവ 2 എണ്ണം വീതം കൊടുത്താലോ? ആകെ എത്ര എണ്ണം കൊടുക്കാം? 6 ഗുണിക്കണം 2. 6 ഗ്രൂപ്പിനും 2 എണ്ണം വീതം കൊടുത്താൽ 6 ഗുണിക്കണം 2 സമം 12 എണ്ണം ഇനി കൊടുക്കാം. ഓരോ കൂട്ടത്തിനും ആകെ എത്ര കിട്ടി? ആദ്യം 6 എണ്ണം വീതം കിട്ടി, രണ്ടാമതായി 2 എണ്ണം വീതം കിട്ടി. അങ്ങനെ 6 കൂട്ടണം 2 സമം 8 എണ്ണമാണ് ആകെ കിട്ടിയത്. ഓരോ കൂട്ടത്തിനും ആകെ എത്ര കിട്ടി? നമ്മൾ പറഞ്ഞു അല്ലേ, 48 ഓറഞ്ച് 6 കൂട്ടത്തിനും തുല്യമായി വീതിച്ചു കൊടുത്തപ്പോൾ ഓരോ കൂട്ടത്തിനും എത്ര എണ്ണം കിട്ടി? അത് നമുക്ക് എത്രയാണ് പറഞ്ഞത് മക്കളെ? 8 എണ്ണമാണ്. ഇത് ഗണിത രൂപത്തിൽ എഴുതൂ. 48 ഹരിക്കണം 6 സമം 8. ഓറഞ്ച് വീതം വച്ച രീതി നമുക്കിവിടെ നേരത്തെ നമ്മൾ പിക്ചറിൽ കാണിച്ചില്ലേ ടേബിളായിട്ട്, അതുപോലെ തന്നെ ഓറഞ്ചിനെയും കാണിച്ചിട്ടുണ്ട്. നോക്കൂ, ആദ്യം കൊടുത്തത് 6 എണ്ണം വീതം 6 ഗ്രൂപ്പിന്, അതാണ് 6 ഗുണിക്കണം 6. അപ്പോൾ ഓരോ കൂട്ടത്തിനും 6 ഓറഞ്ച് വീതം കൊടുത്തു. കൂട്ടം 1-ൽ 6 എണ്ണം, കൂട്ടം 2-ൽ 6 എണ്ണം, അങ്ങനെ കൂട്ടം 6 വരെ 6 എണ്ണം. ബാക്കി വന്നത് മിച്ചം വന്നത് 48 എണ്ണമായിരുന്നു ആകെ ഉണ്ടായിരുന്നത്. അതിൽ 36 എണ്ണം കൊടുത്തു. അപ്പോൾ 48 കുറയ്ക്കണം 36 സമം 12 എണ്ണമാണ് ഇനി മിച്ചമുള്ളത്. ഈ 12 എണ്ണത്തിനെ ഓരോ ഗ്രൂപ്പിനും ഓരോ കൂട്ടത്തിനും 2 എണ്ണം വീതം കൊടുത്തു. 6 ഗുണിക്കണം 2 സമം 12. അപ്പോൾ 12 എണ്ണത്തിൽ 12ഉം കഴിഞ്ഞു. അപ്പോൾ മിച്ചം 12 കുറയ്ക്കണം 12 സമം 0. ആകെ ഓരോ കൂട്ടത്തിനും കിട്ടിയത് 8 എണ്ണമാണ്. അതായത് 6 ഗുണിക്കണം 8 സമം 48. ഓറഞ്ച് വീതം വച്ചത് ഇങ്ങനെ എഴുതാം. ആദ്യം ഈ നീല കോളത്തിൽ തന്നിരിക്കുന്നത് നോക്കൂ. 6 വീതം കൊടുത്താൽ 6 ഗുണിക്കണം 6, അതായത് 48 കുറയ്ക്കണം 36. ടോട്ടൽ 48, അതിൽ നിന്ന് ഈ 6 ഗുണിക്കണം 6 ആയിട്ടുള്ള 36 കുറച്ചു. അപ്പോൾ ബാക്കി 12. ഇനി 2 എണ്ണം കൊടുത്താൽ ഈ 12-ൽ നിന്ന് 12 കൂടെ കുറച്ചു. 6 ഗുണിക്കണം 2, അതായത് 12 കൂടെ കുറച്ചു. അപ്പോൾ 0. ഹരിക്കുന്ന സമയത്ത് ക്രിയയായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം? 48 എണ്ണമാണ് ആകെയുള്ളത്. 48 ഹരിക്കണം 6, അതാണ് നമുക്ക് മുകളിലെ 6 ഹരിക്കണം 6 എന്നുള്ളതാണ് മുകളിലത്തെ 6 കേട്ടോ. 48 ഹരിക്കണം 6 ചെയ്യേണ്ടത്. അതിലാദ്യം നമ്മൾ 6 എണ്ണം കൊടുത്തു. അപ്പോൾ 6 ഗുണിക്കണം 6 സമം 36. 48 കുറയ്ക്കണം 36 12. 12-ൽ നമ്മൾ വീണ്ടും 2 എണ്ണം വീതം കൊടുത്തു. അപ്പോൾ 2 ഗുണിക്കണം 6 സമം 12, 0. 48 ഹരിക്കണം 6 സമം 8. 2 തവണ മാത്രം, ഓരോ കൂട്ടത്തിനും 2 തവണ മാത്രം ഓറഞ്ച് കൊടുത്താൽ ഏതെല്ലാം രീതിയിൽ നമുക്ക് തുല്യമായി വീതിക്കാം? ചുവടെ കാണിച്ചിരിക്കുന്നത് പോലെ എഴുതി നോക്കൂ. വേറെയും വഴികളുണ്ടോ? ആദ്യത്തേത് നമ്മൾ ഇപ്പോൾ ചെയ്ത രീതിയാണ്. ആദ്യം 6 എണ്ണം കൊടുത്തു, പിന്നെ 2 എണ്ണം കൊടുത്തു, അങ്ങനെ 2 തവണയായിട്ട് കൊടുത്തു. ഇനി രണ്ടാമത്തെ നമുക്ക് എങ്ങനെ നോക്കാം? ആദ്യം ഒന്ന് 7 എണ്ണം വീതം കൊടുത്തു നോക്കാം. 7 എണ്ണം വീതം കൊടുത്താൽ 6 ഗുണിക്കണം 7 42. 48 കുറയ്ക്കണം 42 6. ബാക്കി 6 എണ്ണം ഉണ്ട്. ഈ 6 എണ്ണത്തിന് ഒരെണ്ണം വീതവും കൊടുക്കാം. അപ്പോൾ 6 1 ഗുണിക്കണം 6 6. 6 കുറയ്ക്കണം 6 സമം 0 7 കൂട്ടണം 1 സമം 8 എണ്ണം വീതം എല്ലാവർക്കും കിട്ടി. അടുത്ത മൂന്നാമത്തെ രീതി നോക്കൂ. 48 എണ്ണത്തിൽ നമ്മൾ 5 എണ്ണം വീതം ആദ്യം കൊടുത്തു. അപ്പോൾ 6 ഗുണിക്കണം 5 സമം 30. 48 കുറയ്ക്കണം 30 സമം 18. ഈ 18 എണ്ണത്തിൽ നമ്മൾ അടുത്തത് 3 എണ്ണം വീതം കൊടുത്തു. 6 ഗുണിക്കണം 3 സമം 18. 18 കുറയ്ക്കണം 18 സമം 0. അതായത് 5 കൂട്ടണം 3 സമം 8 എണ്ണം വീതമായില്ലേ? അടുത്തത് 48 എണ്ണത്തിൽ നമ്മൾ ആദ്യം 4 എണ്ണം വീതം കൊടുത്തു. അപ്പോൾ 6 ഗുണിക്കണം 4 സമം 24. 48 കുറയ്ക്കണം 24 സമം 24 തന്നെയാണ്. ഈ 24 എണ്ണത്തിൽ നമ്മൾ വീണ്ടും 4 എണ്ണം വീതം കൂടെ കൊടുത്തു. അപ്പോൾ 6 ഗുണിക്കണം 4 സമം 24. 24 കുറയ്ക്കണം 24 സമം 0. ആകെ 4 കൂട്ടണം 4 സമം 8 എണ്ണം വീതം കിട്ടിയില്ലേ? പസിൽ കോർണർ. ആദ്യത്തേത് നോക്കൂ. ഓരോ വരയിലെയും 3 സംഖ്യകൾ ഗുണിച്ചാൽ 72 കിട്ടണം. അതായത് നമുക്കിവിടെ 3 വരകളിലെ ഇങ്ങനെ 3 വരകൾ, അതിൽ ഒരു വരയിൽ 2 എന്നൊരക്കം തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ആ വരകളിലെ കളങ്ങളിലൊന്നും സംഖ്യ തന്നിട്ടില്ല. എന്താ കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്? ഓരോ വരയിലെയും ആ 3 സംഖ്യകൾ ഗുണിച്ചാൽ നമുക്ക് 72 കിട്ടണം. അപ്പോൾ ഞാൻ എടുക്കുന്നത് നോക്കൂ, 72ൻ്റെ ഗുണിതങ്ങളാവണം അല്ലേ? അപ്പോൾ 2നെ ഞാൻ ആദ്യം 4 കൊണ്ട് ഗുണിച്ചെന്ന് കരുതുക. 2നെ 4 കൊണ്ട് ഗുണിച്ചാൽ എത്രയായി? 8. ഇനി 8നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 72 കിട്ടും. അതേതാണ്? 9 അപ്പോൾ നമുക്കിവിടെ താഴെ 9 എന്ന് എഴുതി കൊടുക്കാം. ഈ വരി കറക്റ്റായില്ലേ? ഇനി അടുത്തത് 9 ഇവിടെ ഉണ്ട്.
9നെ ഞാൻ 2 കൊണ്ട് ഗുണിച്ചു എന്ന് കരുതുക. 2 ഗുണിക്കണം 9 18ആണ്. 18നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 72 കിട്ടുക? 18നെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 72 കിട്ടും. അപ്പോൾ അവസാനത്തെ ഈ വരിയിൽ 4ആണ് വരുന്നത്. ഇനി നമുക്ക് 2മുണ്ട് 4മുണ്ട്. അപ്പോൾ ഈ വരിയിലും കറക്റ്റായിട്ടോ 72ആയേ. 2മുണ്ട് 4മുണ്ട്. 2 ഗുണിക്കണം 4 8ആണ്. 8നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 72 കിട്ടുന്നത്? 9ആണല്ലേ. അപ്പോൾ ഇവിടെ 9ആണ് വരുന്നത്. അപ്പോൾ 3 വരിയിലും എന്താണ്? 3 സംഖ്യകൾ കൊണ്ട് ഗുണിക്കുമ്പോൾ 72 കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ പസിൽ എന്താണ്? വിലങ്ങനെയും കുത്തനെയുമുള്ള 3 സംഖ്യകൾ ഗുണിച്ചാൽ 72 കിട്ടണം. നടുക്കുള്ള സംഖ്യ 2ന് പകരം 3, 4 എന്നിവ ആയാൽ മറ്റ് സംഖ്യകൾ കണക്കാക്കാമോ? അപ്പോൾ നമുക്ക് ആദ്യം 72 കിട്ടുന്ന രീതിക്ക് വിലങ്ങനെയും കുത്തനെയും ചെയ്ത് നോക്കാം. നടുവിൽ 2 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് മുകളിലുള്ളൊരു സംഖ്യ ഇപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ 4 കൊടുക്കാം. 2 ഗുണിക്കണം 4 8ആണ്. താഴെ അപ്പം എന്ത് വരും? 9 എന്ന് വരും. 8 ഗുണിക്കണം 9 അല്ലേ 72. ഇനി അതുപോലെ ഇവിടെ ഇപ്പുറത്ത് ഞാൻ അതുപോലെ 6 എഴുതി. 2 ഗുണിക്കണം 6 എത്രയാണ്? 12 ആണ്. 12 ഗുണിക്കണം എത്രയാണ്? 72. 12 ഗുണിക്കണം 6ആണ് 72. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തും ഏത് വരും? 6 വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പോലെ തന്നെ ഇവിടെയും 4ഉം അപ്പുറത്ത് 9ഉം കൊടുത്താലും സംഖ്യ കറക്റ്റാണ് കേട്ടോ. ചോക്ക് നിർമ്മാണം. പ്രവൃത്തി പരിചയ ക്ലബ്ബ് ഉണ്ടാക്കിയ ചോക്ക് ഓരോ പെട്ടിയിലും 10 വീതമാണ് നിറച്ചത്. ഉണ്ടാക്കിയ 9 പെട്ടി ചോക്കും 6 സ്കൂളിലെ 8 ക്ലാസ്സിലേക്ക് തുല്യമായി വീതിച്ചു കൊടുത്തു. ഓരോ ക്ലാസ്സിലും എത്ര ചോക്ക് വീതമാണ് കിട്ടിയത്? ആദ്യം ജാൻവി കണക്കാക്കിയത് നോക്കൂ. 10 ചോക്ക് വീതമുള്ള 9 പെട്ടിയിൽ ആകെ എത്ര ചോക്കുണ്ട്? 10 ഗുണിക്കണം 9 സമം 90. 6 ചോക്ക് കൂടി ചേർത്താലോ? 6 ചോക്ക് കൂടി ചേർത്താൽ ആകെ ചോക്കുകൾ 90 കൂട്ടണം 6 സമം 96. ഓരോ ക്ലാസ്സിലും എത്ര ചോക്ക് കിട്ടിയെന്ന് എങ്ങനെ കണക്കാക്കും? അതിന് പല വഴികളുണ്ടല്ലേ. ശരിക്കും നമുക്ക് 96നെ 8 ക്ലാസ്സുകളിലേക്ക് വീതിച്ചു കൊടുത്തു എന്നല്ല പറഞ്ഞത്. അപ്പോൾ 96നെ 8 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ മതി. അപ്പം നമ്മൾ ഹരണത്തിൻ്റെ പല രീതികൾ പഠിച്ചു കഴിഞ്ഞു. അതിലേതാണോ നിങ്ങൾക്ക് എളുപ്പം അതിനനുസരിച്ച് ചെയ്യാം. ആദ്യം ഞാൻ എല്ലാവർക്കും 8 ക്ലാസ്സിലേക്കും 2 ചോക്കുകൾ വീതം കൊടുത്തു. അതായത് 2 ചോക്ക് കൊടുക്കുമ്പോൾ 96 കുറയ്ക്കണം 8 ഗുണിക്കണം 2 അല്ലേ. 2 ഗുണിക്കണം 8 എത്രയാണ്? 16ആണ്. അപ്പോൾ 96 കുറയ്ക്കണം 16 80 അല്ലേ. ഇനി ബാക്കി 80നെ നമുക്ക് വളരെ എളുപ്പത്തിൽ 8 ഭാഗിക്കാമല്ലോ. 10 വീതം അങ്ങ് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ 10 ഗുണിക്കണം 8 80ആണ്. അപ്പം 80 കുറയ്ക്കണം 80 0ആണ്. ഓക്കെ, മനസ്സിലായോ മക്കളെ? അപ്പോൾ ഒരു ക്ലാസ്സിന് എത്ര എണ്ണം കിട്ടി? 2 കൂട്ടണം 8 10 12 കിട്ടിയത്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം 96ൽ നിന്ന് 8 ഓരോന്ന് വീതം ആദ്യം കൊടുക്കാം. പിന്നെ വീണ്ടും ഓരോന്ന് വീതം കൊടുക്കാം. അങ്ങനെ ഓരോന്ന് വീതം കൊടുത്തും വരാം. അതല്ലെങ്കിൽ ആദ്യം നിങ്ങൾക്ക് 3 വീതം കൊടുക്കാം, അല്ലെങ്കിൽ 4 വീതം കൊടുക്കാം. അങ്ങനെയും കൊടുത്തു വരാം. എല്ലാ ക്ലാസ്സിലേക്കും ഓരോ പെട്ടി വീതം കൊടുക്കാൻ കഴിയുമോ? കഴിയുമല്ലേ. എങ്ങനെയാണ് മക്കളെ? ഓരോ ക്ലാസ്സിലേക്കും ഒരു പെട്ടി ചോക്ക് വീതം കൊടുത്താൽ ആകെ എത്ര ചോക്ക് കൊടുക്കണം? ആകെ 9 പെട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. 8 ക്ലാസ്സുകളല്ലേ ഉള്ളൂ. അപ്പോൾ ഈ 9 പെട്ടി 8 ക്ലാസ്സുകളിലേക്ക് നമുക്ക് ഓരോന്നോരോന്ന് കൊടുത്തൂടെ? അപ്പോൾ അങ്ങനെ അത്തരത്തിൽ ഓരോ ക്ലാസ്സിലേക്കും ഓരോ പെട്ടി കൊടുക്കുകയാണെങ്കിൽ ആകെ എത്ര കൊടുക്കും? 8 ഗുണിക്കണം 10. 8 ക്ലാസ്സുകളാണുള്ളത്. ഒരു പെട്ടിയിൽ 10 ചോക്കുകളാണുള്ളത്. 8 ഗുണിക്കണം 10 സമം 80 ചോക്കുകളാണ്. അങ്ങനെ കൊടുക്കുക. ബാക്കി എത്ര ചോക്കുണ്ട്? ആകെ 96 ചോക്കുകളായിരുന്നു. അതിൽ 80 കൊടുത്തു. 96 കുറയ്ക്കണം 80 സമം 16 ചോക്കുകൾ ഇനി ബാക്കിയുണ്ട്. ഇവ 8 ക്ലാസ്സിലേക്കും തുല്യമായി കൊടുത്താൽ ഒരു ക്ലാസ്സിന് എത്ര ചോക്ക് കിട്ടും? ബാക്കി 16ആണുള്ളത്. 8 ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ 16 ഹരിക്കണം 8 സമം 2 ചോക്കുകൾ വീതമായിരിക്കും കിട്ടുക. ഇങ്ങനെ ആലോചിക്കാം. നമുക്ക് ഇങ്ങനെയും ആലോചിക്കാം. എങ്ങനെയാണ്? 10 ചോക്ക് വീതം 8 ക്ലാസ്സിലേക്ക് കൊടുത്താൽ 80 ചോക്ക് കൊടുക്കാം. അതായത് 8 ഗുണിക്കണം 10 സമം 80. ബാക്കി 16 ഉണ്ട്. ഇവ 2 വീതം 8 ക്ലാസ്സിലേക്ക് കൊടുത്താൽ 16 കൊടുക്കാം. അതായത് 8 ഗുണിക്കണം 2 സമം 16. അപ്പോൾ 96 ഹരിക്കണം 8 എന്ന് പറഞ്ഞാൽ ആദ്യം 80 ഹരിക്കണം 8 ചെയ്തു, പിന്നെ 16 ഹരിക്കണം 8 ചെയ്തു. ഇത് രണ്ടും കൂടെ കൂട്ടി. 80 ഹരിക്കണം 8 എന്ന് പറഞ്ഞാൽ 10ആണ്. 16 ഹരിക്കണം 8 എന്ന് പറഞ്ഞാൽ 2ആണ്. 10 കൂട്ടണം 2 സമം 12. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. നോക്കൂ, 96നെ 8 കൊണ്ട് ഹരിക്കുക എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 96 മുകളിൽ 8 എഴുതിയിരിക്കുന്നത്, അതിനെ 8 കൊണ്ട് ഹരിക്കുക എന്നാണ് കേട്ടോ. ആദ്യം 10ലേക്ക് 10 ഗ്രൂപ്പുകളാക്കിയിട്ട് കൊടുത്തു. 10 വീതം 10 ഗ്രൂപ്പുകളാക്കി കൊടുത്തു. പിന്നെ 10 ഗുണിക്കണം. അപ്പോൾ 10 ഗുണിക്കണം 8 എന്ന് പറഞ്ഞാൽ 80. 96ൽ നിന്ന് 80 നമ്മൾ കുറച്ചാൽ 16ആണ്. 16ൽ നമ്മൾ പിന്നെ എന്ത് ചെയ്തു?
16നെ 2 എണ്ണം വീതം കൊടുത്തു. 2 ഗുണിക്കണം 8 സമം എത്രയാണ്? 16 അപ്പോൾ ശിഷ്ടം അല്ലെങ്കിൽ മിച്ചം എന്ന് പറയുന്നത് 0 പിന്നെ 8 ഗുണിക്കണം 96 ഹരിക്കണം 8 എന്ന് പറഞ്ഞാൽ 12 എന്ന് കിട്ടിക്കഴിഞ്ഞു. അതല്ലെങ്കിൽ നമുക്ക് ഈ തരത്തിലും നോക്കാം. എങ്ങനെ? മഞ്ഞ നിറത്തിൽ കൊടുത്തിരിക്കുന്നു നോക്കൂ. 10 ഗുണിക്കണം 8 എന്ന് പറഞ്ഞാൽ 80 2 ഗുണിക്കണം 8 എന്ന് പറഞ്ഞാൽ 16 അപ്പോൾ 12 ഗുണിക്കണം 8 10ഉം 2ഉം 12 ഗുണിക്കണം 8 എന്ന് പറഞ്ഞാൽ 96. 80 കൂട്ടണം 16 96. 80 ഹരിക്കണം 8 ഇതിനെ തന്നെ നമ്മൾ തിരിച്ച് ചെയ്യുകയാണ്. 80 ഹരിക്കണം 8 എന്ന് പറയുമ്പോൾ 10, 16 ഹരിക്കണം 8 എന്ന് പറയുമ്പോൾ 2, അപ്പോൾ 96 ഹരിക്കണം 8 എന്ന് പറയുമ്പോൾ 10 കൂട്ടണം 2 12. പസിൽ കോർണർ. എൻ്റെ സഞ്ചിയിൽ കുറേ മാമ്പഴമുണ്ട്. പകുതി എണ്ണം മാമന് കൊടുത്തു. ബാക്കിയുള്ളതിൻ്റെ പകുതി കൂട്ടുകാരന് കൊടുത്തു. മിച്ചമുണ്ടായിരുന്ന 5 എണ്ണം അയൽക്കാരനും കൊടുത്തു. സഞ്ചിയിൽ ആദ്യം എത്ര മാമ്പഴം ഉണ്ടായിരുന്നു? ഇപ്പം എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? സഞ്ചിയിൽ ഒരുപാട് മാമ്പഴമുണ്ട്. അതിൽ ആദ്യം പകുതി മാമന് കൊടുത്തു. പിന്നെ ബാക്കി കുറച്ചുണ്ടല്ലോ, അതിൻ്റെ പകുതി കൂട്ടുകാരനും കൊടുത്തു. എന്നിട്ട് ബാക്കി 5 എണ്ണം ഉണ്ട്, അത് അയൽക്കാരന് കൊടുത്തു. അപ്പോൾ ആകെ സഞ്ചിയിൽ എത്ര ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഇത് കാണാൻ നമുക്ക് ഇത് നേരെ ഓപ്പോസിറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അതായത് അയൽക്കാരന് കൊടുത്തത് 5 എണ്ണമാണല്ലേ. ഈ 5 എന്ന് പറയുന്നത് കൂട്ടുകാരന് കൊടുത്തതിൻ്റെ പകുതിയിൽ മിച്ചം വന്നതാണ്. അപ്പോൾ പകുതിയിൽ മിച്ചം എന്ന് പറയുമ്പോൾ അതേ സംഖ്യ തന്നെയാണ് വന്നിട്ടുള്ളത്. കാരണം പകുതി കൊടുത്തു എന്ന് പറഞ്ഞാലും മിച്ചം എത്ര വന്നു? അതിൻ്റെ പകുതിയാണ് കൂട്ടുകാരന് കൊടുത്തതെന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയല്ലേ. അപ്പം അയൽക്കാരന് കൊടുത്തത് 5 എണ്ണം ആണെങ്കിൽ അതേ സംഖ്യ തന്നെയാണ് കൂട്ടുകാരനും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അയൽക്കാരന് കൊടുത്തത് സമം 5, കൂട്ടുകാരന് കൊടുത്തത് സമം അതും 5. ഇനി കൂട്ടുകാരന് കൊടുത്തത് എങ്ങനെയായിരുന്നു? മാമന് കൊടുത്തതിൻ്റെ പകുതിയായിരുന്നു കൂട്ടുകാരന് കൊടുത്തത്. അപ്പോൾ മാമന് കൊടുത്തതെന്ന് പറയുമ്പോൾ കൂട്ടുകാരന് കൊടുത്തതിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ കൂട്ടുകാരന് 5 എണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിൽ മാമന് കൊടുത്തത് 5 കൂട്ടണം 5 സമം 10 എണ്ണമാണ്. ഇനി ആകെ കയ്യിലുണ്ടായിരുന്നതിൻ്റെ പകുതിയാണ് മാമന് കൊടുത്തത്. അപ്പോൾ മാമന് 10 എണ്ണം കിട്ടിയെന്ന് പറഞ്ഞാൽ അപ്പോൾ ആകെ കയ്യിൽ എത്ര ഉണ്ടായിരിക്കും? പകുതി മാമന് കൊടുത്തു എന്ന് പറഞ്ഞാൽ കയ്യിലുണ്ടായത് മാമന് കിട്ടിയതിൻ്റെ ഇരട്ടിയായിരുന്നു. അതായത് മാമന് കിട്ടിയത് 10, അപ്പോൾ കയ്യിലുണ്ടായിരുന്നത് 10ൻ്റെ ഇരട്ടി. 10 കൂട്ടണം 10 സമം 20 എണ്ണമാണ് കയ്യിലുണ്ടായിരുന്ന മാമ്പഴങ്ങൾ. കളർ പെൻസിൽ. മേന്മ സ്റ്റോറിൽ നിന്നും ഇഷാൻ 20 കളർ പെൻസിൽ വാങ്ങി. ഒരു പെൻസിലിന് 4 രൂപയാണ് വില. ആകെ എത്ര രൂപ ചിലവായി? അപ്പോൾ 20 കളർ പെൻസിലാണ് ആകെ വാങ്ങിയത്. ഒരു പെൻസിലിന് 4 രൂപയാണ്. അങ്ങനെയെങ്കിൽ ആകെ എത്ര രൂപയായി എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? 20 ഗുണിക്കണം 4 ചെയ്താൽ മതി അല്ലേ. 2 ഗുണിക്കണം 4 8 ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ 80 രൂപയാണ് ആകെ ആയത്. 76 രൂപയ്ക്കാണ് ശ്രദ്ധ കളർ പെൻസിൽ വാങ്ങിയത്. ആകെ എത്ര പെൻസിൽ വാങ്ങി? എങ്ങനെ കണക്കാക്കാം? ആകെ 76 രൂപയ്ക്കാണ് വാങ്ങിയത്. ഒരു പെൻസിലിൻ്റെ വില എന്ന് പറയുന്നത് 4 രൂപയാണ്. അപ്പോൾ ആകെ എത്ര പെൻസിൽ വാങ്ങി എന്നറിയാൻ 76 ഹരിക്കണം 4 ചെയ്ത് നോക്കുക. 76നെ 4 കൊണ്ട് ഹരിക്കാൻ നമുക്ക് പല രീതികളുണ്ട്. അതിലേറ്റവും എളുപ്പം എന്ന് പറയുന്നത് എന്താണ്? 10 4, അതായത് 10 ഗുണിക്കണം 4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 40 അല്ലേ. 20 ഗുണിക്കണം 4 2 ഗുണിക്കണം 4 8. അപ്പോൾ 20 ഗുണിക്കണം 4 എന്ന് പറയുമ്പോൾ 80. ഇവിടെ 80 ഇല്ലല്ലോ, 76 അല്ലേ ഉള്ളൂ. 76 എന്ന് പറയുമ്പോൾ 80ൽ നിന്ന് 4 കുറച്ചതല്ലേ. അതായത് 20 4 19 4കൾ ചേർന്നതാണ് 76. അതുകൊണ്ട് 19 കളർ പെൻസിൽ വാങ്ങിയിട്ടുണ്ടായിരിക്കും. മനക്കണക്കായി ചെയ്യാമോ? 80 ഹരിക്കണം 4 സമം 20. 80ൽ നിന്ന് 4 കുറച്ചാൽ 76. അതുകൊണ്ട് 76 ഹരിക്കണം 4 എന്ന് പറയുമ്പോൾ ഈ 20ൽ നിന്ന് 1 കുറച്ചാൽ മതി, 19. അതുപോലെ 60 ഹരിക്കണം 3 20. 60 കുറയ്ക്കണം 3 എന്ന് പറയുമ്പോൾ 57. അപ്പോൾ 57 ഹരിക്കണം 3 എന്ന് ചെയ്താൽ 20 കുറയ്ക്കണം 1 19. 60 ഹരിക്കണം 6 സമം 10. 60 കുറയ്ക്കണം 6 സമം 54. അപ്പോൾ 54 ഹരിക്കണം 6 എന്ന് പറയുമ്പോൾ ഈ 10 കുറയ്ക്കണം 1 ചെയ്താൽ മതി, അതായത് 9. 80 ഹരിക്കണം 4 സമം എത്രയാണ്? 20. 80 കൂട്ടണം 4 എന്ന് പറയുമ്പോൾ 84. അപ്പോൾ 84 ഹരിക്കണം 4 എന്ന് പറയുമ്പോൾ 20ലേക്ക് 1 കൂട്ടുക, 21. 60 ഹരിക്കണം 3 20. 60 കൂട്ടണം 3 എത്രയാണ്? 63. അപ്പോൾ 63 ഹരിക്കണം 3 എന്ന് പറയുമ്പോൾ 20ലേക്ക് 1 കൂട്ടുക, 21. ഇനി 60 ഹരിക്കണം 6 എന്ന് പറഞ്ഞാൽ 10. 60 കൂട്ടണം 12 എന്ന് പറയുമ്പോൾ എത്രയാണ്? 72. അപ്പോൾ 72 ഹരിക്കണം 6 എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ? 10 കൂട്ടണം 2 12. അതുപോലെ 60 ഹരിക്കണം 3 സമം 20. 60 കൂട്ടണം 9 എന്ന് പറയുമ്പോൾ 69.
69 ഹരിക്കണം 6 എന്ന് പറയുമ്പോൾ 60 ഹരിക്കണം 6 എത്രയാണ് 10 അപ്പോൾ 69 ഹരിക്കണം 6 എന്ന് പറയുമ്പോൾ 11 ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം അവിടെ എഴുതി കൊടുക്കാനായിട്ടും പറഞ്ഞിട്ടുണ്ട്. 50 ഹരിക്കണം 5 10 50 കൂട്ടണം 10 60 അപ്പോൾ 60 ഹരിക്കണം 5 എന്ന് പറയുമ്പോഴോ 10 കൂട്ടണം 2 12 ബില്ല് പൂരിപ്പിക്കൂ. സിയൂദും ആദിയും സ്കൂൾ സ്റ്റോറിൽ നിന്നും ഒരേ വിലയുള്ള സാധനങ്ങളാണ് വാങ്ങിയത്. രണ്ടുപേരും വാങ്ങിയ സാധനത്തിന്റെ ബില്ല് ചുവടെ കൊടുക്കുന്നു. ആദിയുടെ ബില്ലിലെ വിലകൾ മാഞ്ഞുപോയിരിക്കുന്നു. അവ കണ്ടുപിടിച്ച് എഴുതാമോ? ആദ്യം സിയൂദ് വാങ്ങിയ ബില്ല് നോക്കാം. നോക്കൂ, നോട്ട് ബുക്ക് 4 വാങ്ങി 72 രൂപയായി. ചാർട്ട് 6 വാങ്ങി 30 രൂപയായി. പേന 8 വാങ്ങി 72 രൂപയായി. സ്കെയിൽ 10 വാങ്ങി 60 രൂപയായി. ഇനി ആദിയുടേത് അവർ എത്ര എണ്ണം ഓരോന്നും വാങ്ങിയിട്ടുണ്ടെന്നേ തന്നിട്ടുള്ളൂ, പകരം എത്ര വിലയായി എന്ന് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? സിയൂദ് വാങ്ങിയ ഓരോ ഐറ്റത്തിൻ്റെയും ഓരോ സാധനത്തിന് എത്ര വില എന്ന് കാണണം. അതായത് സിയൂദ് 4 നോട്ട് ബുക്ക് വാങ്ങിയപ്പോൾ 72 രൂപയായി എങ്കിൽ ഒരു നോട്ട് ബുക്കിൻ്റെ വില എത്രയായിരിക്കും? 72 ഹരിക്കണം 4. നേരത്തെ നമ്മൾ പഠിച്ചു 80 ഹരിക്കണം 4 എന്ന് പറയുന്നത് 20 അല്ലേ? അതുപോലെ 80-ൽ നിന്ന് 4 കുറച്ചാൽ 76. അപ്പോൾ 76 ഹരിക്കണം 4 എന്ന് പറയുമ്പോൾ 19. പിന്നെ 76-ൽ നിന്ന് വീണ്ടും 4 കുറച്ചാൽ 72 അപ്പോൾ 72 ഹരിക്കണം 4 എത്രയാവും? 18 ആയിരിക്കും. അപ്പോൾ ഒരു നോട്ട് ബുക്കിൻ്റെ വില 18 രൂപയാണ്. എങ്കിൽ ആദ്യം വാങ്ങിയത് എത്ര നോട്ട് ബുക്കുകളാണെന്ന് നോക്കൂ. 5 നോട്ട് ബുക്കുകളാണ്. 5 നോട്ട് ബുക്കിൻ്റെ വില കാണാൻ എന്ത് ചെയ്താൽ മതി? 18 ഗുണിക്കണം 5 ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ 5 ഗുണിക്കണം 18 ചെയ്ത് നോക്കുക. ഇപ്പോൾ അല്ലേ മക്കളെ 20 ഗുണിക്കണം 5 എന്ന് പറഞ്ഞാൽ 100 അല്ലേ? അങ്ങനെയെങ്കിൽ 18 ഗുണിക്കണം 5 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 100 കുറയ്ക്കണം 10 അല്ലേ? അപ്പോൾ 90 ആയിരിക്കും. പിന്നെ അടുത്തത് സിയൂദ് വാങ്ങിയത് ചാർട്ട് 6 ചാർട്ടിന് 30 രൂപയായി എങ്കിൽ ഒരു ചാർട്ടിൻ്റെ വില എത്രയാണ്? 30 ഹരിക്കണം 6 ചെയ്യണം. എളുപ്പമാണ്. 6നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 30 ആവുക? 6 ഗുണിക്കണം 5 ചെയ്യുമ്പോഴാണ്. അപ്പോൾ 5 രൂപയാണ് ഒരു ചാർട്ടിൻ്റെ വില. ആദ്യം എത്ര ചാർട്ട് വാങ്ങിയിട്ടുണ്ട്? 8 ചാർട്ടുകൾ വാങ്ങിയിട്ടുണ്ട്. അതായത് 8 ചാർട്ടുകളുടെ വില എന്ന് പറയുന്നത് 8 ഗുണിക്കണം 5 40 രൂപയായിരിക്കും. അടുത്തത് സിയൂദ് വാങ്ങിയത് 8 പേനകളാണ്. 8 പേനകൾക്ക് 72 രൂപയായി. അപ്പോൾ ഒരു പേനയുടെ വില എത്രയായിരിക്കും? 8നെ എന്തുകൊണ്ട് ഗുണിക്കുമ്പോഴാണ് 72 കിട്ടുക? 8 ഗുണിക്കണം 9 ചെയ്യുമ്പോഴാണല്ലേ? അപ്പോൾ ഒരു പേനയുടെ വില എന്ന് പറയുന്നത് 9 രൂപയാണ്. ആദ്യം വാങ്ങിയത് 6 പേനകളാണ്. അപ്പോൾ ആദ്യക്ക് ആകെ എത്രയായി? 9 ഗുണിക്കണം 6 അല്ലെങ്കിൽ 6 ഗുണിക്കണം 9 സമം 54 രൂപയാണ്. ഇനി സ്കെയിൽ നോക്കാം. സ്കെയിൽ സിയൂദ് 10 വാങ്ങി 10 60 രൂപയായി എങ്കിൽ ഒരു സ്കെയിലിൻ്റെ വില എത്രയായിരിക്കും? 60 ഹരിക്കണം 10 ചെയ്യണം. 10നെ എന്ത് വെച്ച് ഗുണിക്കുമ്പോഴാണ് 60 ആവുക എന്ന് നോക്കിയാൽ പോരെ? 10 ഗുണിക്കണം 6 60. അതുകൊണ്ട് ഒരു സ്കെയിലിൻ്റെ വില എന്ന് പറയുന്നത് 6 രൂപയാണ്. ആകെ വാങ്ങിയത് 3 സ്കെയിലുകളാണ്. അപ്പോൾ ആകെ എത്ര വിലയായിട്ടുണ്ടായിരിക്കും? 3 ഗുണിക്കണം 6 അല്ലെങ്കിൽ 6 ഗുണിക്കണം 3 സമം 18 രൂപയായിട്ടുണ്ടായിരിക്കും. ഇനി ഇതിൽ ആകെ എത്ര രൂപയായി ഓരോരുത്തർക്കും എന്നും കൂടെ കാണേണ്ടതുണ്ട്. ആദ്യം സിയൂദിൻ്റേത് നോക്കാം. സിയൂദിൻ്റേത് 72 കൂട്ടണം 30 കൂട്ടണം 72 കൂട്ടണം 60 സമം 234 രൂപയാണ്. ഇനി ആദിയുടേതോ 54 കൂട്ടണം 18 കൂട്ടണം 90 കൂട്ടണം 40 എല്ലാം കൂടെ കൂട്ടുമ്പോൾ 202 എന്ന് കിട്ടും. 202 രൂപയാണ് ആകെ ആയത്. പരമുച്ചേട്ടൻ്റെ പഴക്കട. പരമുച്ചേട്ടൻ്റെ പഴക്കടയിൽ എന്തെല്ലാം പഴങ്ങളാണ് ഉള്ളതെന്നറിയാമോ? ആപ്പിള്, ഓറഞ്ച്, മാമ്പഴം, പൈനാപ്പിൾ ഇതെല്ലാം ഉണ്ടല്ലേ? അത് എത്ര എണ്ണം വീതം ഉണ്ടെന്ന് നമുക്കവിടെ തന്നിട്ടുണ്ട്. ആപ്പിള് 35 എണ്ണം, ഓറഞ്ച് 36, മാമ്പഴം 50, പൈനാപ്പിൾ 32. പട്ടികയിലെ എണ്ണം അനുസരിച്ച് പഴങ്ങൾ അടുക്കി വയ്ക്കുകയാണ് പരമുച്ചേട്ടൻ. ആപ്പിൾ 7 ട്രേയിൽ തുല്യമായി വച്ചു. ഒരു ട്രേയിൽ എത്ര ആപ്പിൾ ഉണ്ട്? നമ്മൾ പട്ടിക നോക്കുമ്പോൾ ആകെ 35 ആപ്പിളുകളാണ് ഉള്ളത്. ഇത് 7 ട്രേയിൽ തുല്യമായിട്ട് വെച്ചു. അതായത് 35 ഹരിക്കണം 7 ചെയ്യണം. 7നെ എന്തുകൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് 35 വരുന്നത്? 7 ഗുണിക്കണം 5 അല്ലെങ്കിൽ 5 ഗുണിക്കണം 7 ആണ് 35. അതുകൊണ്ട് ഒരു ട്രേയിൽ 5 ആപ്പിളുകളായിരിക്കും ഉണ്ടായിരിക്കുക. രണ്ടാമത്തെ ചോദ്യം, ഓറഞ്ച് 6 വീതം തുല്യമായി ട്രേയിൽ വെച്ചു. ഒരു ട്രേയിൽ എത്ര ഓറഞ്ച് ഉണ്ട്?
ആകെ 36 ആപ്പിളുകളാണ് ഉള്ളത്. അതിൽ 6 ട്രേയിലായിട്ടാണ് ഈ 36 ആപ്പിളുകൾ വെച്ചത്. അതുകൊണ്ട് ഒരു ട്രേയിൽ 36 ഹരിക്കണം 6 ചെയ്ത് നോക്കണം. 6നെ എന്തുകൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് 36 കിട്ടുന്നത്? 6 ഗുണിക്കണം 6 ചെയ്യുമ്പോഴാണ് അല്ലേ? അതുകൊണ്ട് ഒരു ട്രേയിൽ 6 ഓറഞ്ച് വീതം ഉണ്ടായിരിക്കും. മാമ്പഴം 5 കൂട്ടമാക്കി വച്ചു. ഓരോ കൂട്ടത്തിലും എത്ര മാമ്പഴം ഉണ്ട്? 50 മാമ്പഴങ്ങളാണുള്ളത്. 50 ഹരിക്കണം 5 ചെയ്യുക. അല്ലെങ്കിൽ 5നെ എന്തുകൊണ്ട് ഗുണിക്കുമ്പോഴാണ് 50 വരുന്നതെന്ന് നോക്കുക. 5 ഗുണിക്കണം 10 അല്ലേ? അതുകൊണ്ട് 50 ഹരിക്കണം 5 എന്ന് പറയുമ്പോൾ 10 തന്നെ. ഒരു ട്രേയിൽ 10 മാമ്പഴം ഉണ്ടായിരിക്കും. പൈനാപ്പിൾ 4 വീതം ഒരുമിച്ച് തൂക്കിയിട്ടാൽ എത്ര കൂട്ടം? 32 പൈനാപ്പിളുകളാണ് ആകെയുള്ളത്. അത് 4 കൂട്ടങ്ങളായിട്ടാണ് തൂക്കുന്നത്. അങ്ങനെയെങ്കിൽ 32 ഹരിക്കണം 4 ചെയ്ത് നോക്കണം എത്ര കൂട്ടമുണ്ടെന്നറിയാൻ. 4നെ എന്തുകൊണ്ട് ഗുണിക്കുമ്പോഴാണ് മക്കളെ 32 വരുന്നത്? 8 കൊണ്ടാണല്ലേ? 8 ഗുണിക്കണം 4 32. അഥവാ 32 ഹരിക്കണം 4 8. അതുകൊണ്ട് 8 കൂട്ടങ്ങൾ ഉണ്ടായിരിക്കും. അരി വിതരണം. പട്ടുമല സ്കൂളിലെ കുട്ടികൾക്ക് ഓണം പ്രമാണിച്ച് 5 കിലോ വീതം അരി കൊടുക്കുന്നു. 37 ചാക്ക് അരി എത്തി. ഓരോ ചാക്കിലും 50 കിലോ വീതം അരിയുണ്ട്. ഇത് എത്ര കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയും? നമുക്ക് എങ്ങനെ കണക്കാക്കാം? ഒരു കുട്ടിക്ക് എത്ര കിലോ അരിയാണ് കൊടുക്കുന്നത്? 5 കിലോ അരിയാണ്. ഒരു ചാക്കിൽ എത്ര കിലോ അരിയുണ്ട്? 50 കിലോ അരിയാണ് ഉള്ളത്. ഇത് എത്ര കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയും? 50 കിലോ അരിയാണല്ലേ ഉള്ളത്. അപ്പോൾ 50 ഹരിക്കണം 5. എത്ര കുട്ടികൾക്ക് ഒരു ചാക്ക് കൊണ്ട് കൊടുക്കാം മക്കളെ? 10 കുട്ടികൾക്ക് ഒരു ചാക്ക് അരി കൊണ്ട് കൊടുക്കാം. ആകെ എത്ര ചാക്ക് അരിയുണ്ട്? ആകെ 37 ചാക്ക് അരിയുണ്ട്. എങ്കിൽ ആകെ എത്ര കുട്ടികൾക്ക് അരി കൊടുക്കാൻ കഴിയും? 37 ഗുണിക്കണം 10 ചെയ്യണം. എളുപ്പമല്ലേ? 37നെ 10 കൊണ്ട് ഗുണിക്കാൻ ഒരു 0 ഇട്ട് കൊടുത്താൽ മതിയല്ലേ? 370 കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. നെല്ലിക്ക കണക്ക്. മിലാദും വാസുവും കൂട്ടുകാരാണ്. മിലാദ് കടയിൽ നിന്നും നെല്ലിക്ക വാങ്ങി. നെല്ലിക്കയുടെ എണ്ണം 10ൽ കൂടുതലും 16ൽ കുറവുമാണ്. ഇതിൽ പകുതി എണ്ണം നെല്ലിക്ക വാസുവിന് കൊടുത്തു. വാസു തൻ്റെ 2 മക്കൾക്കും മിലാദ് തൻ്റെ 3 മക്കൾക്കും തുല്യമായി നെല്ലിക്ക വീതിച്ചു. വാസുവിൻ്റെ മക്കൾക്കാണോ മിലാദിൻ്റെ മക്കൾക്കാണോ കൂടുതൽ നെല്ലിക്ക കിട്ടിയത്? എങ്ങനെ നമുക്ക് കണക്കാക്കാം? മിലാദ് വാങ്ങിയ നെല്ലിക്കയുടെ എണ്ണം ഏതെല്ലാം സംഖ്യകളാകും? 10ൽ കൂടുതലും 16ൽ കുറവുമായിട്ടുള്ള ഒരു സംഖ്യയാണ് വാങ്ങിയതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 10ൻ്റെയും 16ൻ്റെയും ഇടയിലുള്ള 5 സംഖ്യകൾ. 11, 12, 13, 14, 15. ഈ 4 സംഖ്യകളിൽ ഏതോ ഒരെണ്ണമാണ് മിലാദ് വാങ്ങിയിട്ടുള്ളത്. അതിൽ 15 നെല്ലിക്ക 2 പേർക്ക് തുല്യ എണ്ണമായി വീതിക്കാൻ കഴിയോ? ഇല്ല അല്ലേ? കാരണം എന്താണ്? അതൊരു ഒറ്റ സംഖ്യയാണ്. അതുകൊണ്ട് അതിന് തുല്യമായിട്ട് നമുക്ക് വീതിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ 11, 13, 15 ഈ 3 സംഖ്യകളും ഇതിൽ ഒറ്റ സംഖ്യകളാണ്. ഈ 3 സംഖ്യകളും ആവില്ല. നെല്ലിക്കയുടെ എണ്ണം ഒറ്റ സംഖ്യ ആകരുതെന്ന് മനസ്സിലായല്ലോ. നെല്ലിക്കയുടെ എണ്ണം 3 തുല്യ ഭാഗമാക്കാൻ കഴിയണം. കാരണം എന്താ? മിലാദ് 3 മക്കൾക്കും തുല്യമായിട്ട് വീതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ 3 തുല്യ ഭാഗങ്ങളാക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ 14നെ നമുക്ക് 3 തുല്യ ഭാഗങ്ങളാക്കി മാറ്റാൻ സാധിക്കുമോ? ഇല്ല അല്ലേ? 2 തുല്യ ഭാഗങ്ങളാക്കി മാറ്റാം. കാരണം 2ൻ്റെ ഗുണനപ്പട്ടിക എടുക്കുമ്പോൾ 14 വരുന്നുണ്ട്. പക്ഷെ 3ൻ്റെ ഗുണനപ്പട്ടിക എടുക്കുമ്പോൾ 14 വരുന്നില്ലല്ലോ. അതുകൊണ്ട് 14 പറ്റില്ല. ബാക്കിയുള്ളത് 12 ആണ്. 12നെ നമുക്ക് വേണമെങ്കിൽ 2 തുല്യ ഭാഗങ്ങളാക്കി മാറ്റാനും പറ്റും, അല്ലെങ്കിൽ 3 തുല്യ ഭാഗങ്ങളാക്കി മാറ്റാനും പറ്റും അല്ലേ? എങ്കിൽ മിലാദ് വാങ്ങിയ നെല്ലിക്കയുടെ എണ്ണം എത്രയാണ് മക്കളെ? ബാക്കിയുള്ള സംഖ്യ എത്രയാണ്? 12 ആണ് കേട്ടോ. വാസുവിന് കൊടുത്ത നെല്ലിക്ക എത്രയാണ്? മിലാദ് വാങ്ങിയ നെല്ലിക്കയുടെ പകുതി വാസുവിന് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അതായത് 12ൻ്റെ പകുതി. 12 ഹരിക്കണം 2 സമം 6. 6 നെല്ലിക്ക വാസുവിന് കൊടുത്തു. വാസുവിൻ്റെ ഓരോ മക്കൾക്കും കിട്ടിയ നെല്ലിക്കയുടെ എണ്ണം എത്ര? വാസുവിൻ്റെ ഓരോ മക്കൾക്കും അദ്ദേഹം 2 നെല്ലിക്ക വീതമാണ് കൊടുത്തത്. 2 മക്കളാണ് വാസുവിനുള്ളത്. അവർക്ക് തുല്യമായിട്ടാണ് കൊടുത്തത്. അപ്പോൾ 6 ഹരിക്കണം 2 ഓരോരുത്തർക്കും 3 നെല്ലിക്ക വീതം കിട്ടിയിട്ടുണ്ടായിരിക്കും. മിലാദിൻ്റെ ഓരോ മക്കൾക്കും കിട്ടിയ നെല്ലിക്കയുടെ എണ്ണം എത്ര? മിലാദിന് 3 മക്കളാണുള്ളത്. ഈ 3 മക്കൾക്കും തുല്യ എണ്ണം കൊടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് 6 ഹരിക്കണം 3 സമം 2 വീതമായിരിക്കും കിട്ടിയത്. ആർക്കാണ് കൂടുതൽ എണ്ണം നെല്ലിക്ക കിട്ടിയത്? വാസുവിൻ്റെ മക്കൾക്കാണ് കൂടുതൽ എണ്ണം നെല്ലിക്ക കിട്ടിയത്. കാരണം അവർ 2 മക്കളുള്ളൂ. അവർക്ക് 3 വീതം കിട്ടി. 2ാം ദിവസം വാസുവാണ് നെല്ലിക്ക വാങ്ങിയത്. നെല്ലിക്കയുടെ എണ്ണം 20നും 30നും ഇടയിലാണ്. പകുതി എണ്ണം നെല്ലിക്ക മിലാദിന് കൊടുത്തു. മിലാദ് തൻ്റെ 4 ചങ്ങാതിമാർക്കും വാസു തൻ്റെ 3 ചങ്ങാതിമാർക്കും തുല്യമായി നെല്ലിക്ക കൊടുത്തു. ആരുടെ ചങ്ങാതിക്കാണ് കൂടുതൽ എണ്ണം കിട്ടിയത്?
അപ്പോൾ എങ്ങനെ കാണാം? രണ്ടാം ദിവസം വാസു വാങ്ങിയത് 20-നും 30-നും ഇടയിലായിരുന്നു. അതായത് സംഖ്യകൾ വരുന്നത് 21, 22, 23, 24, 25, 26, 27, 28, 29. ഇത്രയും സംഖ്യകൾ വരാൻ സാധ്യതയുണ്ട്. ഇനി അതിൽ എന്താണ് പകുതി എണ്ണം മിലാദിന് കൊടുത്തു എന്ന് പറയുമ്പോൾ എന്താണ്? എന്താ പറയുക, ഒറ്റ സംഖ്യകളൊന്നും തന്നെ വരില്ല അല്ലേ? കാരണം പകുതിയാക്കാനായിട്ട് പറ്റില്ലല്ലോ. അതുകൊണ്ട് 21 വരില്ല, 23 വരില്ല, 25 വരില്ല, 27 വരില്ല, 29 വരില്ല. ബാക്കി വരാൻ സാധ്യതയുള്ള സംഖ്യകൾ 22, 24, 26, 28 എന്നിവയാണ്. ഇതിൽ തന്നെ മിലാദ് തൻ്റെ 4 കൂട്ടുകാർക്കും വാസു 3 കൂട്ടുകാർക്കുമാണ് തുല്യമായിട്ട് വീതിച്ചത്. ഇതിൽ തന്നെ ഈ 4 സംഖ്യകളിൽ ഏതിനെങ്കിലും ഒന്നിനെ നമ്മൾ പകുതി ആക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് 3ആയിട്ടും 4ആയിട്ടും ഭാഗിക്കാനായിട്ട് സാധിക്കണം. അതായത് 3ന്റെ ഗുണനപ്പട്ടികയിലും 4ന്റെ ഗുണനപ്പട്ടികയിലും ആ സംഖ്യ വരണം. അപ്പോൾ 22ന്റെ പകുതി എത്രയാണ്? 11. 11നെ നമുക്ക് അങ്ങനെ 3നും 4ആയിട്ടും ഭാഗിക്കാനായിട്ട് സാധിക്കില്ലല്ലോ. പിന്നെ ഉള്ളത് 24. 24ന്റെ പകുതി പറയുമ്പോൾ 12. 12നെ നമുക്ക് 3ലും 4ലും ഭാഗിക്കാനായിട്ട് പറ്റും അല്ലേ? 3 4 12 4 3 12 അങ്ങനെ പറ്റും. പിന്നെ ഉള്ളത് 26. 26ന്റെ പകുതി 13, അതിനെയും പറ്റില്ല. പിന്നെ ഉള്ളത് 28, അതിൻ്റെ പകുതി 14. 14നെ നമുക്ക് അതുപോലെ തന്നെ 3 കൊണ്ടും പറ്റില്ല, 4 കൊണ്ടും പറ്റില്ല. അതുകൊണ്ട് ഉത്തരം എത്രയാണ്? 12 കേട്ടോ മക്കളെ, 12. അപ്പോൾ 12 പകുതി എന്ന് പറയുന്നത് 12. അതായത് വാസു വാങ്ങിയ നെല്ലിക്കകളുടെ എണ്ണം എന്ന് പറയുന്നത് 24. ഈ 24 നെല്ലിക്കകളിൽ പകുതി, അതായത് 12 എണ്ണം മിലാദിന് വാസു കൊടുത്തു. മിലാദ് തൻ്റെ 4 കൂട്ടുകാർക്കാണ് ഇത് തുല്യമായി വീതിച്ചത്. അതായത് ഓരോരുത്തർക്ക് 3 എണ്ണം വീതം കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ? 4നെ എന്തുകൊണ്ട് ഗുണിക്കുമ്പോഴാണ് 12 വരുന്നത്? 3 അല്ലേ? അപ്പോൾ 3 എണ്ണം വീതം കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി വാസു തൻ്റെ 3 ചങ്ങാതിമാർക്കാണ് കൊടുത്തത്. അപ്പോൾ വാസു എത്ര നെല്ലിക്കയാണ് കൊടുത്തത് മക്കളെ? വാസു എന്താ പറയുക, 3 ആൾക്കാർക്കാണ് വീതിച്ചത്. അതുകൊണ്ട് 3 ഗുണിക്കണം 4 12. അപ്പോൾ 4 ചങ്ങാതിമാർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആരുടെ ചങ്ങാതിക്കാണ് കൂടുതൽ എണ്ണം കിട്ടിയത്? വാസുവിൻ്റെ ചങ്ങാതിക്കാണ്. വാസുവിൻ്റെ ചങ്ങാതിക്ക് 4 എണ്ണവും മിലാദിൻ്റേത് 3 എണ്ണവേ കിട്ടിയിട്ടുള്ളൂ. വാസുവിൻ്റെ ചങ്ങാതിക്കാണ് കൂടുതൽ കിട്ടിയത്. വാസു എത്ര നെല്ലിക്കയാണ് വാങ്ങിയത്? അതിനുള്ള ഉത്തരം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 24 നെല്ലിക്കകളാണ് വാങ്ങിയത്. പിറന്നാൾ മധുരം. സ്കൂളിൽ 4-ാം ക്ലാസ്സിൽ 2 ഡിവിഷനുകളിലായി ആകെ 40 കുട്ടികളുണ്ട്. ശ്രദ്ധ തന്റെ പിറന്നാളിന് ഓരോ കുട്ടിക്കും 4 മിഠായി വീതം കൊടുത്തു തുടങ്ങി. മിഠായി തീർന്നു. പക്ഷേ 10 കുട്ടികൾക്ക് കിട്ടിയില്ല. കൂടുതൽ മിഠായി വാങ്ങാതെ കുട്ടികൾ തന്നെ ഒരു വഴി കണ്ടുപിടിച്ചു. എല്ലാവർക്കും ഒരേ എണ്ണം തന്നെ കിട്ടി. എങ്കിൽ ഓരോരുത്തർക്കും എത്ര മിഠായി വീതം കിട്ടി? ആദ്യം തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. ആകെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 40 ആണല്ലേ? പിന്നെ മിഠായി കിട്ടിയ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 30. അതായത് 40 കുട്ടികളിൽ 10 കുട്ടികൾക്ക് മിഠായി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് മിഠായി കിട്ടിയ കുട്ടികളുടെ എണ്ണം പറയുന്നത് 40 കുറയ്ക്കണം 10 = 30. എങ്കിൽ ഒരാൾക്ക് കിട്ടിയ മിഠായിയുടെ എണ്ണം, അതും പറഞ്ഞു 4 മിഠായികളാണ് കൊടുത്തത്. ഒരാൾക്ക് കിട്ടിയ മിഠായിയുടെ എണ്ണം 4. എങ്കിൽ ഈ 30 കുട്ടികൾക്ക് കിട്ടിയ ആകെ മിഠായിയുടെ എണ്ണം സമം 30 ഗുണിക്കണം 4 കണ്ടുപിടിക്കുക. 3 ഗുണിക്കണം 4 = 12. അപ്പോൾ 30 ഗുണിക്കണം 4 = 120. ബാക്കി വന്ന കുട്ടികൾ എന്ന് പറയുന്നത് 10. 4 മിഠായിൽ നിന്നും ഓരോ മിഠായി വീതം നമ്മൾ ഈ 10 കുട്ടികൾക്ക് കൊടുത്തു എന്ന് കരുതുക. അപ്പോൾ ഈ 10 കുട്ടികൾക്ക് ആകെ എത്ര കിട്ടും? 10 ഗുണിക്കണം 3 = 30 കിട്ടും. 30 കുട്ടികൾക്കോ, അതായത് ആദ്യം ഉണ്ടായിരുന്ന 30 കുട്ടികൾക്ക് അവർക്ക് 120 കിട്ടിയിരുന്നതിൽ നിന്ന് ഓരോന്ന് വീതം കുറയും അല്ലേ? 3 എണ്ണം വീതമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് 30 ഗുണിക്കണം 3 = 90 ആയിരിക്കും കിട്ടുക. ഈ 30ഉം ഈ 90ഉം, അതായത് കിട്ടാത്ത 10 കുട്ടികളുടെ 30ഉം കിട്ടിയ 30 കുട്ടികളുടെ ഈ 90ഉം കൂട്ടിയാൽ 120 കിട്ടുന്നില്ലേ? അതായത് ആകെ മിഠായികളുടെ എണ്ണം കിട്ടുന്നില്ലേ? അപ്പോൾ 3 എണ്ണം വീതമാണ് ശരിക്കും അവർ കൊടുക്കേണ്ടിയിരുന്നത്. 3 എണ്ണം വീതം കൊടുത്തപ്പോൾ 40 കുട്ടികൾക്കും 3 എണ്ണം വീതം കിട്ടി. 40 ഗുണിക്കണം 3 = 120 ആയി. പസിൽ കോർണർ. ഹരിതം ക്ലബ്ബ് ഉണ്ടാക്കിയ സോപ്പ് ഒരു പെട്ടിയിൽ 2 വീതവും 3 വീതവും 4 വീതവും 6 വീതവും നിറയ്ക്കാൻ കഴിയും. കുറഞ്ഞത് എത്ര സോപ്പ് ഉണ്ടാക്കണം? അതായത് 2ന്റെയും 3ന്റെയും 4ന്റെയും 6ന്റെയും ഗുണനപ്പട്ടിക എടുത്തു നോക്കുമ്പോൾ നമുക്ക് ഒരു സംഖ്യ പൊതുവായിട്ട് വരണം. അപ്പം നോക്കൂ, ഞാനിവിടെ 2 4 6 3 ഇത് എല്ലാത്തിൻ്റെയും ഗുണനപ്പട്ടിക എഴുതിയിട്ടുണ്ട്. ഇതിൽ 4ലും പൊതുവായി വരുന്ന സംഖ്യ ഏതാണ്? 12 ആണല്ലേ? എല്ലാത്തിൻ്റെയും ഗുണിതമായിട്ട് 12 വരുന്നുണ്ട്. അതുകൊണ്ട് 12 ഉത്തരം. കളിച്ചു രസിക്കാം.
ഡൈസ് എറിയുക. ഓരോ കളത്തിലെയും ക്രിയകൾക്ക് അനുസരിച്ച് കരു നീക്കുക. അപ്പം നിങ്ങൾക്ക് 1 മുതൽ തുടങ്ങാം. 1 ഡൈസ് 1 കിട്ടിയാൽ അവിടെ മുതൽ തുടങ്ങാം. പിന്നെ ചില ക്രിയകളിൽ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്, ഹരണത്തിൻ്റെ ക്രിയകളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഗുണനത്തിൻ്റെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ എങ്ങനെയൊക്കെയാണോ വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. ആരാണോ ആദ്യം ആ വീട് കാണുന്ന 50 എന്നെഴുതി അവിടെ എത്തുന്നത് അവർ ജയിക്കും. സ്വാഗത സംഘം. പ്രവൃത്തി പരിചയ ക്യാമ്പിന്റെ സ്വാഗത സംഘം യോഗത്തിലേക്ക് 84 രക്ഷിതാക്കൾ വന്നു. ഓരോ വരിയിലും 6 കസേരയിലാണ് രക്ഷിതാക്കൾ ഇരുന്നത്. എങ്കിൽ എത്ര വരിയുണ്ട്? 84 ഹരിക്കണം 6 ചെയ്യണം. നോക്കൂ മക്കളെ, 60 ഹരിക്കണം 6 എത്രയാണ്? 10 ആണല്ലേ. പിന്നെ ബാക്കി 84 കുറയ്ക്കണം 60, 24 കൂടെ ഉണ്ടായിരിക്കും. 24 എത്ര ആറുകൾ പോകുന്നുണ്ട് മക്കളെ? 4 ആണ്. 4 6 24, അല്ലെങ്കിൽ 24 ഹരിക്കണം 6 സമം 4 ആണ്. ബാക്കി എത്ര കസേരകളായി? 10 കൂട്ടണം 4, 14 വരികളാണ് ഉള്ളത്. അതായത് 84 ഹരിക്കണം 6 സമം 14. യോഗം തുടങ്ങിയപ്പോൾ കുറേ രക്ഷിതാക്കൾ കൂടി വന്നു. വരികളുടെ എണ്ണം മാറ്റിയില്ല. ഓരോ വരിയിലും 8 പേർ വീതമായി. യോഗത്തിൽ ആകെ എത്ര പേർ പങ്കെടുത്തു? അതായത് വരികളുടെ എണ്ണം മാറ്റിയിട്ടില്ല. ആകെ 14 വരികളാണുള്ളത്. പക്ഷേ ഓരോ വരിയിലും 8 പേര് വീതം. 14 ഗുണിക്കണം 8 എത്രയാണ്? 10 ഗുണിക്കണം 8 സമം 80 ആണ്. 4 ഗുണിക്കണം 8 സമം 32 ആണ്. അപ്പോൾ 14 ഗുണിക്കണം 8 സമം 80 കൂട്ടണം 32, 112 ആണ്. യോഗം തുടങ്ങിയപ്പോൾ വന്നത് എത്ര പേരാണ്? ആദ്യം യോഗത്തിന് ഉണ്ടായിരുന്നത് 112 ആളുകളാണ്, 84 ആളുകളാണ്. പിന്നെ കുറച്ച് ആളുകളൂടെ ആയപ്പോൾ അവസാനമായപ്പോഴേക്ക് യോഗത്തിൽ 112 ആളുകളായി. അപ്പോൾ യോഗത്തിൻ്റെ ഇടയ്ക്ക് വന്നവർ സമം 112 കുറയ്ക്കണം 84, 28 ആളുകളാണ്. ഹരണം എന്തെളുപ്പം? 8 ഹരിക്കണം 4 സമം 2, 80 ഹരിക്കണം 4 സമം 20, 800 ഹരിക്കണം 4 സമം 200. മനസ്സിലായ മക്കളെ? നോക്കൂ, 8ലേക്ക് ഒരു 0 ഇട്ടാൽ 80 ആയി. 8നെ 4 കൊണ്ട് ഹരിച്ചാൽ 2 ആയിരുന്നു ഉത്തരം കിട്ടിയിരുന്നത്. അപ്പോൾ 80ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 2ലേക്ക് ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ എങ്ങനെയും പറയാം. ഇപ്പം 800 ഹരിക്കണം 4 കാണാനാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആ 2 0 ആദ്യം മാറ്റി വെക്കുക. എന്നിട്ട് 8 ഹരിക്കണം 4 ചെയ്യുക. 2 ആണെന്ന് കിട്ടും. പിന്നെ മാറ്റി വെച്ച ആ 2 0 ഇട്ട് കൊടുക്കുക, 200. അതുപോലെ നോക്കൂ, 6 ഹരിക്കണം 3 സമം 2, 60 ഹരിക്കണം 3 സമം 20, 600 ഹരിക്കണം 3 സമം 200. ഇനി നമുക്ക് എങ്ങനെ ചെയ്യാം മക്കളെ? 10 ഹരിക്കണം 5 സമം എത്രയാണ്? 2, 100 ഹരിക്കണം 5 സമം 20, 1000 ഹരിക്കണം 5 സമം 200. അങ്ങനെയും ചെയ്യാം. പട്ടിക പരിശോധിക്കൂ, ബന്ധം കണ്ടുപിടിക്കൂ. 8 ഗുണിക്കണം 1 സമം 8, 8 ഹരിക്കണം 1 സമം 8, 8 ഹരിക്കണം 8 സമം 1. 5 ഗുണിക്കണം 1 സമം 5, 5 ഹരിക്കണം 1 സമം 5, 5 ഹരിക്കണം 5 സമം 1. 6 ഗുണിക്കണം 1 സമം 6, 6 ഹരിക്കണം 1 സമം 6, 6 ഹരിക്കണം 6 സമം 1. പിന്നെ അതുപോലെ 4 ഗുണിക്കണം 1 സമം 4, 4 ഹരിക്കണം 1 സമം 4, 4 ഹരിക്കണം 4 സമം 1. ഓക്കെ. അപ്പോൾ എന്താ മക്കളെ ഈ പട്ടികയിൽ നമുക്ക് മനസ്സിലാക്കുന്നത്? ഒരു സംഖ്യയെ 1 കൊണ്ട് ഗുണിച്ചാൽ ആ സംഖ്യ തന്നെ ഉത്തരം കിട്ടും. ഒരു സംഖ്യയെ 1 കൊണ്ട് ഹരിച്ചാൽ ആ സംഖ്യ തന്നെ ഉത്തരം കിട്ടും. ഒരു സംഖ്യയെ ആ സംഖ്യ കൊണ്ട് തന്നെ ഹരിച്ചാൽ ഉത്തരം 1 കിട്ടും. ഫസിൽ കോർണർ. ചോദ്യം 1 നോക്കൂ. ഒരു സംഖ്യയെ 2 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 2 കൊണ്ട് ഗുണിച്ചു. ഉത്തരം 240 കിട്ടി. സംഖ്യയെ 2 കൊണ്ട് ഹരിച്ചിരുന്നെങ്കിൽ കിട്ടുന്ന ഉത്തരം എന്താകുമായിരുന്നു? അപ്പോൾ മക്കൾ എന്താ ചെയ്യേണ്ടത്? ഏതോ ഒരു സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 240 കിട്ടി. ഏതായിരിക്കും ആ സംഖ്യ? 240-ലെ 0 മാറ്റിവെച്ച് 24 നമുക്ക് എടുക്കാം. 24-നെ ഏതോ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 24 കിട്ടുന്നത്? 12-നെയാണല്ലേ. 12-നെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 24 കിട്ടുന്നത്. അപ്പോൾ 240 കിട്ടണമെങ്കിൽ ആ സംഖ്യ ഏതായിരിക്കും? 120 ആയിരിക്കും. 120 ഗുണിക്കണം 2 ആണ് 240. അപ്പോൾ 120-നെ 2 കൊണ്ട് ഹരിച്ചിരുന്നെങ്കിൽ കിട്ടുന്ന ഉത്തരം എന്താകുമായിരുന്നു? 120 ഹരിക്കണം 2. 12 ഹരിക്കണം 2 സമം 6 ആണ്. അപ്പോൾ 120 ഹരിക്കണം 2 സമം 60 ആണ്. രണ്ടാമത്തെ ചോദ്യം. ഒരു സംഖ്യയെ 2 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 2 കൊണ്ട് ഹരിച്ചു. ഉത്തരം 60 കിട്ടി. സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ചിരുന്നെങ്കിൽ കിട്ടുന്ന ഉത്തരം എന്താകുമായിരുന്നു? ഏത് സംഖ്യയെ 2 കൊണ്ട് ഹരിക്കുമ്പോഴാണ് 60 കിട്ടുക? അതിന് 2-നെ ഈ 60-നെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. 60 ഗുണിക്കണം 2 സമം 120 ആണ്. അപ്പോൾ 120 ഹരിക്കണം 2 ആണ് എന്ത് മക്കളെ? 60. കേട്ടോ?
ഇനി ആ സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ചിരുന്നെങ്കിൽ കിട്ടുന്ന ഉത്തരം എന്താകുമായിരുന്നു? അതായത് 120 ഗുണിക്കണം 2 എത്രയാകാണ്? 12 ഗുണിക്കണം 2 24 അപ്പൊ 120 ഗുണിക്കണം 2 240 മൂന്നാമത്തെ ചോദ്യം, ഒരു സംഖ്യയുടെ പകുതി കാണുന്നതിന് പകരം ഇരട്ടിയാണ് കണ്ടത്. ഉത്തരം 100 കിട്ടി. പകുതിയാണ് കണ്ടതെങ്കിൽ ഉത്തരം എന്തായിരിക്കും? ഏതോ ഒരു സംഖ്യയുടെ ഇരട്ടിയാണ് 100 അല്ലെ? ഏതിന്റെ ഇരട്ടിയാണ് 100? നമുക്കറിയാം 50ന്റെ ആണ്. 50 ഗുണിക്കണം 2 അല്ലേ 100? അങ്ങനെയെങ്കിൽ 50ന്റെ പകുതി എത്രയാണ് മക്കളെ? 25. ഇനി നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1, ഒരു ചുരിദാർ തയ്ക്കാൻ സുഹറ 250 രൂപയാണ് കൂലി വാങ്ങുന്നത്. ചുരിദാർ തയ്ച്ച വകയിൽ 1000 രൂപ കൂലിയായി കിട്ടി. എത്ര ചുരിദാറാണ് സുഹറ തയ്ച്ചത്? നോക്കൂ, ആദ്യം പിന്നെ 10,000 രൂപ കിട്ടാൻ എത്ര ചുരിദാർ തയ്ക്കണം? അങ്ങനെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ആദ്യം നമുക്കിത് നോക്കാം. ഒരു ചുരിദാർ തയ്ക്കുമ്പോൾ കിട്ടുന്ന കൂലി സമം 250 ആകെ കിട്ടിയ കൂലി സമം 1000 രൂപയാണ്. എങ്കിൽ എത്ര ചുരിദാറുകൾ തയ്ച്ചു? 1000 ഹരിക്കണം 250 ചെയ്യണം. ആദ്യം നമുക്ക് 1000ന്റെയും 250ന്റെയും ഈ 0 വെട്ടിക്കളയാം. പിന്നെ 100 ഹരിക്കണം 25 ഉള്ളൂ അല്ലേ? 100നെ 25നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 100 കിട്ടുന്നത്? 4 കൊണ്ട് ഗുണിക്കുമ്പോഴാണ്. അപ്പൊ 1000 ഹരിക്കണം 250 സമം എത്രയാണ്? 4. ഇനി 10,000 രൂപ കിട്ടാൻ എത്ര ചുരിദാർ തയ്ക്കണം? ഇതിലേക്ക് ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി. 40 ചുരിദാറുകൾ തയ്ക്കേണ്ടി വരും. ചോദ്യം 2, മാർക്കറ്റിൽ നിന്നും സിയൂസ് 1/2 ഡസൻ വീതമുള്ള 12 പാക്കറ്റ് പേന വാങ്ങി. ഇവ 4 വീതമുള്ള എത്ര പാക്കറ്റിലാക്കാം? അപ്പൊ 1 ഡസൻ എന്ന് വെച്ചാൽ എത്രയാണ്? 12 ആണല്ലേ? 1/2 ഡസൻ എന്ന് വെച്ചാൽ 6. അപ്പോൾ 6 വീതമുള്ള 12 പാക്കറ്റ് പേന വാങ്ങി. അപ്പൊ ആകെ പേനകൾ സമം 6 ഗുണിക്കണം 12 അല്ലെങ്കിൽ 12 ഗുണിക്കണം 6. 10 ഗുണിക്കണം 6 സമം 60. 2 ഗുണിക്കണം 6 സമം 12. അപ്പൊ 12 ഗുണിക്കണം 6 സമം 60 കൂട്ടണം 12 സമം 72. ഇനി ഈ 72 4 വീതമുള്ള എത്ര പാക്കറ്റുകളിലാക്കാം? 72 ഹരിക്കണം 4 ചെയ്ത് നോക്കുക. 80 ഹരിക്കണം 4 20. അങ്ങനെയെങ്കിൽ 72 ഹരിക്കണം 4 സമം 18 ആണ്. 18 പാക്കറ്റുകളിൽ ആക്കാം. ചോദ്യം 3, 48 നോട്ട് ബുക്ക് 5 പേർക്ക് വീതിക്കുന്നു. ആദ്യത്തെ കുട്ടിക്ക് 3 നോട്ട് ബുക്ക് കൂടുതൽ കിട്ടി. മറ്റുള്ളവർക്കെല്ലാം ഒരേ എണ്ണമാണ് കിട്ടിയത്. ആദ്യത്തെ കുട്ടിക്ക് എത്ര നോട്ട് ബുക്കാണ് കിട്ടിയത്? ഇത് കാണാൻ വളരെ എളുപ്പമാണ് മക്കളെ. ആകെ നോട്ട് ബുക്കുകൾ സമം 48. ഈ 48 നോട്ട് ബുക്കുകൾ 5 കുട്ടികൾക്കാണ് തുല്യമായിട്ട് വീതിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ആദ്യത്തെ കുട്ടിക്ക് 3 അധികം കിട്ടി. ബാക്കി ഈ 3 അധികം ഇല്ലെങ്കിൽ ഈ 5 കുട്ടികൾക്ക് എന്തായിരിക്കും? ഒരുപോലെയാണ് വീതിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് പറയാം. അതായത് 48 കുറയ്ക്കണം 3 സമം 45. 45 നോട്ട് ബുക്കുകൾ 5 പേർക്ക് തുല്യമായിട്ട് വീതിച്ചു കൊടുത്തു. 45 ഹരിക്കണം 5 സമം 9. ഓരോരുത്തർക്കും 9 വീതം കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി ആദ്യത്തെ കുട്ടിക്ക് 3 അധികം കിട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? 9ലേക്ക് 3 കൂട്ടുക. 10, 11, 12. ആദ്യത്തെ കുട്ടിക്ക് കിട്ടിയത് സമം 12. 45ലേക്ക് ഈ 3 കൂടെ കൂട്ടുമ്പോൾ 48 ആയില്ലേ? ചോദ്യം 4, പെൻസിൽ വിറ്റ വകയിൽ മിൻഹയ്ക്ക് 3500 രൂപ കിട്ടി. എല്ലാം 100ന്റെ നോട്ടാണ്. എത്ര നോട്ടുകൾ കിട്ടി? 500ന്റെ നോട്ടായിരുന്നുവെങ്കിൽ എത്ര നോട്ട് കിട്ടുമായിരുന്നു? മിൻഹയ്ക്ക് കിട്ടിയ രൂപ സമം 3500 എല്ലാം 100ന്റെ നോട്ടുകളാണ്. അതുകൊണ്ട് 3500 കിട്ടിയ നോട്ടുകൾ സമം 3500 ഹരിക്കണം 100. വളരെ എളുപ്പമാണ്. 3500ന്റെ 2 പൂജ്യവും 100ന്റെ 2 പൂജ്യവും വെട്ടിക്കളയുക. 35 ഹരിക്കണം 1 എത്രയാണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒരു സംഖ്യയെ 1 കൊണ്ട് ഹരിക്കുമ്പോൾ അതേ സംഖ്യ തന്നെ കിട്ടുന്നു. സമം 35. അപ്പൊ 100ന്റെ 35 നോട്ടുകൾ കിട്ടിയിട്ടുണ്ടാവും. ഇനി 500ന്റെ നോട്ടായിരുന്നെങ്കിലോ? 3500 ഹരിക്കണം 500. 500നെ 3500ലെ 2 പൂജ്യവും 500ലെ 2 പൂജ്യവും വെട്ടിക്കളയുക. 35 ഹരിക്കണം 5 എത്രയാണ്? 5നെ എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണ് മക്കളെ 35 വരുന്നത്? 7 ആണ്. 35 ഹരിക്കണം 5 സമം 7 ആണ്. 500ന്റെ നോട്ടാണെങ്കിൽ 7 നോട്ടുകൾ കിട്ടുമായിരുന്നു. ചോദ്യം 5, ഒരു പെൻസിലിന്റെ ഇരട്ടി വിലയാണ് പേനയ്ക്ക്. പേനയുടെ ഇരട്ടി വിലയാണ് നോട്ട് ബുക്കിന്. 6 നോട്ട് ബുക്കിന് 72 രൂപ. ഒരു പെൻസിലിന്റെ വില എത്ര? വളരെ എളുപ്പമാണ്. 6 നോട്ട് ബുക്കിന്റെ വില സമം 72 എങ്കിൽ ഒരു നോട്ട് ബുക്കിന്റെ വില സമം 72 ഹരിക്കണം 6 സമം 12 രൂപ. ഇനി ഒരു പേനയുടെ ഇരട്ടി വിലയാണ് നോട്ട് ബുക്കിനെന്ന് പറഞ്ഞിട്ടുണ്ട്. നോട്ട് ബുക്കിന് 12 രൂപയാണ്. അങ്ങനെയെങ്കിൽ പേനയ്ക്ക് അതിൻ്റെ പകുതി വിലയായിരിക്കും അല്ലെ? തിരിച്ചു പറയാം, പകുതി വിലയായിരിക്കും. 12ന്റെ പകുതി എത്രയാണ്? 6 രൂപയാണ് പേനയ്ക്ക്.
ഇനി പെൻസിലിൻ്റെ ഇരട്ടിയാണ് പേനയുടെ വില എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏതോ ഒരു സംഖ്യയുടെ ഇരട്ടിയാണ് 6. അപ്പോൾ പെൻസിലിൻ്റെ വില എന്ന് പറയുന്നത് പേനയുടെ വിലയുടെ പകുതിയാണ്. 6ൻ്റെ പകുതി എത്രയാണ്? 3. പെൻസിലിൻ്റെ വില സമം 3 രൂപയാണ്. ചോദ്യം 6. മേധയും മിത്രയും ഒരേ എണ്ണം പാവയാണ് ഉണ്ടാക്കിയത്. മേധ ഉണ്ടാക്കിയ പാവയുടെ എണ്ണത്തിന്റെ പകുതിയോട് 50 കൂട്ടിയാൽ മിത്ര ഉണ്ടാക്കിയ പാവയുടെ എണ്ണം കിട്ടും. മിത്ര എത്ര പാവയാണ് ഉണ്ടാക്കിയത്? ഇങ്ങനെ കാണാം മക്കളെ. ആദ്യം നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. മിത്രയും മേധയും പാവ ഉണ്ടാക്കി. മേധ ഉണ്ടാക്കിയ പാവയുടെ എണ്ണത്തിന്റെ പകുതിയോട് 50 കൂട്ടിയാൽ മിത്ര ഉണ്ടാക്കിയ പാവയായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സംഖ്യയെ 2 നമ്മൾ പകുതി ആക്കിയിട്ട് ഭാഗിച്ചു, ഒരേ എണ്ണമാക്കിയിട്ട് എടുത്തു. എന്നിട്ട് ഒരു കുട്ടിയുടെ ഇതിനോട് ഒരു സംഖ്യ കൂട്ടിയാൽ, മറ്റൊരു സംഖ്യ കൂട്ടിയാൽ ആദ്യത്തെ പകുതി കൂട്ടിയ കുട്ടിയുടെ സംഖ്യ ആവും എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ആ കൂട്ടിയ സംഖ്യയും ആ പകുതി വന്ന സംഖ്യയും ഒരേ സംഖ്യ തന്നെയാണ് എന്നാണല്ലേ അർത്ഥം. അതായത് മിത്രയുടെ പാവയുടെ എണ്ണത്തിനോട് 50 കൂട്ടിയാൽ മേധയുടെ പാവയുടെ എണ്ണമായി എന്ന് പറയുമ്പോൾ മേധയുടെ പാവയുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ്. 50 അല്ലേ നമ്മളിവിടെ കൂട്ടിയത്. അതുകൊണ്ട് മേധയുടെ പാവയുടെ എണ്ണം എന്ന് പറയുന്നത് 50 ആണ്. കാരണം പകുതിയോട് അതേ സംഖ്യ തന്നെ കൂട്ടുമ്പോൾ പകുതി ആവുന്നുണ്ട്, മറ്റേ കുട്ടിയുടെ പകുതി ആവുന്നുണ്ട്. അതുകൊണ്ട് 50 ആണ്. അപ്പോൾ ഉണ്ടാക്കിയ പാവകൾ സമം 50 കൂട്ടണം 50. രണ്ടുപേരും തുല്യമായല്ലേ ഭാഗിച്ചത്? ആകെ പാവകൾ സമം 100 ആണ്. അന്വേഷണം. ഒരു കലണ്ടറിലെ അടുത്തടുത്ത 4 കളങ്ങൾ ചേർന്ന സമചതുരത്തിലെ സംഖ്യകളുടെ തുകയെ 4 കൊണ്ട് ഹരിക്കുക. കിട്ടുന്ന ഉത്തരത്തിന് ആദ്യത്തെ സംഖ്യയുമായുള്ള ബന്ധം കണ്ടുപിടിക്കൂ. ഇതിൻ്റെ ഉത്തരം കിട്ടാൻ നമ്മൾ ചെയ്ത് തന്നെ നോക്കണം. ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട്, നോക്കൂ. നിങ്ങൾക്ക് ഇവിടെ ഒരു കലണ്ടറിൻ്റെ ഒരു ഭാഗം തന്നിട്ടുണ്ട്. ഇതിൽ അടുത്തടുത്ത സംഖ്യകൾ 4 സംഖ്യകൾ കൂട്ടണം. ആദ്യം ഞാൻ 1 കൂട്ടണം 2 കൂട്ടണം 8 കൂട്ടണം 9 ചെയ്തു. 1 കൂട്ടണം 2 3, 3 കൂട്ടണം 8 11, 11 കൂട്ടണം 9 20, 20 ഹരിക്കണം 4 ചെയ്യണം അല്ലേ നമ്മളിനി. 20 ഹരിക്കണം 4 സമം 5. 5ഉം 1ഉം തമ്മിലുള്ള ബന്ധം എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ബന്ധം കണ്ടുപിടിക്കുന്നതിന് നമുക്ക് മറ്റ് 2 സംഖ്യകൾ കൂടെ കൂട്ടാം. നോക്കൂ. 3 4 10 11. 3 കൂട്ടണം 4 7, 7 കൂട്ടണം 10 17, 17 കൂട്ടണം 11 28. 28 ഹരിക്കണം 4 സമം 7 ആണ്. അപ്പോൾ 7ഉം 2ഉം തമ്മിലുള്ള ബന്ധം 7ഉം 3ഉം തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഇനി കണ്ടുപിടിക്കണം. എന്താണ്? 1ഉം 5ഉം തമ്മിൽ, അതുപോലെ 3ഉം 7ഉം തമ്മിൽ. പിന്നെ അതുപോലെ മറ്റൊന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ നോക്കാം. 4 5 11 12. 4 കൂട്ടണം 5 9, 9 കൂട്ടണം 11 20, 20 കൂട്ടണം 12, 20 കൂട്ടണം 12 32. 32 ഹരിക്കണം 4 സമം 8 ആണ്. അപ്പോൾ 4ഉം 8ഉം തമ്മിലുള്ള ബന്ധം എന്താണ്? ഇങ്ങനെ ഈ 3 സംഖ്യകളും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കണം. അതായത് 1ലേക്ക് 4 കൂട്ടിയാൽ 5 ആണ്, 3ലേക്ക് 4 കൂട്ടിയാൽ 7 ആണ്, 4ലേക്ക് 4 കൂട്ടിയാൽ 8 ആണ്. ആ സംഖ്യയിലേക്ക് ഓരോ സംഖ്യകളിലേക്കും 4 കൂട്ടുന്നതെന്തോ അതാണ് ഉത്തരം വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത ചോദ്യോത്തരങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്